ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് എന്തായിരുന്നു? ഫോർത്ത് ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? കെമിക്കൽ ബോണ്ടിങ് അല്ലെ ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. ആ ഡോർ ക്ലോസ് ചെയ്യാം കേട്ടോ, പുറത്തു നോക്കാം. അതിൽ ആ ഫസ്റ്റ് ഏരിയാസ് ആണ് എടുത്തത്. ആ ഫസ്റ്റ് ഏരിയാസിൽ വന്നേക്കുന്നത് എന്തായിരുന്നു? ആദ്യം വന്നേക്കുന്നത് എന്തായിരുന്നു? കെമിക്കൽ ബോണ്ടിന്റെ ഡെഫിനിഷൻ എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ആയിട്ട് എഴുതിയത് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ കഴിഞ്ഞിട്ട് അല്ലെ അയണിക് ബോണ്ട്. അത് കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ട് വന്നേക്കുന്നതാണ് ഫോർമൽ ചാർജ് FC എഴുതി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലിമിറ്റേഷൻ ഓഫ് ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്ന 3 പോയിന്റുകൾ എഴുതി അല്ലെ. എന്തായിരുന്നു ലിമിറ്റേഷൻ ഓഫ് ഒക്ടറ്റ് റൂൾ? ഇവിടെ പറഞ്ഞു നോക്കിയേ. ലിമിറ്റേഷൻ ഓഫ് ഒക്ടറ്റ് റൂൾ അടുത്ത ആൾ പറഞ്ഞു. ലിമിറ്റേഷൻ ഓഫ് ഒക്ടറ്റ് റൂൾ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്, പിന്നെന്തായിരുന്നു? ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ, എക്സ്പാൻഡഡ് ഒക്ടറ്റ് അല്ലെ. ഓർത്ത് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ എഴുതിയ ടോപ്പിക് ആണ് എന്താ? ഡ്രോബാക്സ് ഓഫ് അല്ലെ ഒക്ടറ്റ് റൂള്. അത് കഴിഞ്ഞിട്ട് കുറെ ടേമുകളാണ് ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയത്. എന്തൊക്കെയായിരുന്നു? പിന്നെ ലാറ്റിസ് എൻതാൽപ്പി, പിന്നെ എന്തൊക്കെയായിരുന്നു? ബോണ്ട് ആംഗിൾ, ബോണ്ട് ലെങ്ത് അല്ലെ. അതിൽ തന്നെ വാണ്ടർവാൾ ലെങ്ത് ഒക്കെ എഴുതി. ബോണ്ട് ഓർഡർ എഴുതിയില്ലേ? ബോണ്ട് ഓർഡർ. പിന്നെ റെസൊണൻസ് എഴുതിയോ? നമ്മള് ഇല്ല. എവിടെ വരെ എഴുതി ലാസ്റ്റ് ടോപ്പിക്? ബോണ്ട് ഓർഡർ അല്ലെ. ഓർത്ത് നോക്കാം. ബോണ്ട് ഓർഡർ O2 എത്രയായിരുന്നു? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എഴുതിയതാണ്. ബോണ്ട് ഓർഡർ ഓക്സിജൻ O2 എത്രയായിരുന്നു? ബോണ്ട് ഓർഡർ ഇവിടെ പറഞ്ഞു. അമൻ പറഞ്ഞു. ബോണ്ട് ഓർഡർ O2 ഉണ്ടായില്ല. നോട്ട് എഴുതണം കേട്ടോ. ഓർത്ത് നോക്കാം. വരാത്ത ആൾക്കാർ ശ്രദ്ധിക്കുക. നിങ്ങൾ ആ പ്രീവിയസ് വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാൽ അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ കിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഞാൻ എല്ലാ ക്ലാസ്സിലും ഒരു 2 ക്ലാസ് മുമ്പുള്ള ഇങ്ങനെ പറയും. നമ്മുടെ ബ്രെയിൻ ഒന്നും അല്ലേ അതിലേക്ക് എത്തണം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് എത്തണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. കണക്ഷൻ ഇല്ലാത്ത ഒന്നും ബ്രെയിൻ ഓർത്ത് വെക്കില്ല കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പോ ഒന്ന് നോക്കണം കേട്ടോ, എന്നിട്ട് വരാവും. അപ്പോഴത് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഈ ബോണ്ട് ഓർഡറിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ എന്തായിരിക്കും? 2 ആറ്റം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോണ്ട് ഓർഡർ കേട്ടോ. ഓക്കെ, നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ 2 ആറ്റം. ഇതിനെയാണ് നമ്മൾ ബോണ്ട് ഓർഡർ എന്ന് പറയുന്ന ഏരിയയിലേക്ക് വരുന്നത്. ബോണ്ട് ഓർഡർ ഓക്സിജൻ എത്രയായിരുന്നു? 2, നൈട്രജൻ 3 അല്ലെ. കൊടുത്തു നോക്കാം. then ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എഴുതി. ബോണ്ട് ഓർഡർ ഇൻക്രീസസ്, ബോണ്ട് എൻതാൽപ്പി ഓൾസോ ഇൻക്രീസസ് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയേക്കുന്ന കൺസെപ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക. റെസൊണൻസ് ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. റെസൊണൻസ് സ്ട്രക്ചർ. നെക്സ്റ്റ് ഹെഡിങ് റെസൊണൻസ് സ്ട്രക്ചർ. അതിന് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഫസ്റ്റ് എഴുതുക. ആ ഡെഫിനിഷൻ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. ഓർത്ത് നോക്കാം. ഇന്ന് എഴുതി വെച്ചു. അക്കോർഡിംഗ് ടു ദ കൺസെപ്റ്റ് ഓഫ് റെസൊണൻസ്, whenever a single Lewis structure cannot describe a molecule accurately, a number of structure കേട്ടോ. ഓൺലൈനിൽ ഒന്നാൾ ശ്രദ്ധിക്കുക. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത ഹെഡിങ് ആണ് റെസൊണൻസ് സ്ട്രക്ചർ കേട്ടോ എഴുതി വെച്ചേക്കുന്നത്. റെസൊണൻസ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഹെഡിങ് ആണ് എഴുതുന്നത് കേട്ടോ. റെസൊണൻസ് സ്ട്രക്ചർ കേട്ടോ. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കാം. അത് ആദ്യം മുതൽ പറയാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നത് കണ്ടോ, 5:15 ആയി. എല്ലാവരും ഓൺ ടൈമിൽ വരണം കേട്ടോ. ഒരു 5 മിനിറ്റ് നേരത്തെ എത്തുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ കേട്ടോ. ഇവരൊക്കെ എത്തുമ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ടൊക്കെ ചോദിക്കാം, ക്ലിയർ ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ
പരമാവധി ഒരു 5 മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സോ ഒക്കെ നേരത്തെ എത്താൻ നോക്കാം പരമാവധി കേട്ടോ. ഓക്കെ, വൈകരുത്, കാരണം ആ ടൈമിൽ പോകണം. നിങ്ങൾക്ക് തന്നെയാണ് അല്ലെങ്കിൽ ലാസ്റ്റ് ബുദ്ധിമുട്ടാവുക കേട്ടോ. ഓർത്ത് നോക്കാം കേട്ടോ. ഒന്ന് പറയാം കേട്ടോ, ഒന്ന് എഴുതിക്കോട്ടോ, വേഗം എഴുതണം കേട്ടോ. അക്കോർഡിംഗ് ടു ദ കൺസെപ്റ്റ് ഓഫ് റെസൊണൻസ്, അക്കോർഡിംഗ് ടു ദ കൺസെപ്റ്റ് ഓഫ് റെസൊണൻസ്, whenever a single Lewis structure cannot describe, whenever a single Lewis structure cannot describe whenever a single Lewis structure cannot describe a molecule accurately, a molecule accurately, a molecule accurately, comma, a number of structure with similar energy, comma, position of nuclei, etc. Position of nuclei, etc. are taken as the canonical structure, are taken as the canonical structure, CANONICAL, canonical structure. അത്രേ ഉള്ളൂ. ഇതാണ് റെസൊണൻസിന്റെ ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ. എന്താന്നൊക്കെ പറയാം കേട്ടോ. ഓർത്ത് നോക്കാം. ഈ സ്റ്റേറ്റ്മെന്റ് മീനിങ് ഒക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. രണ്ടാമത്തെ പോയിന്റ് ഒന്ന് എഴുതി വെക്കാം. സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കാം. resonance structure attain stability of molecule. Resonance structure attain stability of molecule. അടുത്ത ലൈനിൽ നെക്സ്റ്റ് പോയിന്റ്, 3 പോയിന്റ്സ് ഉണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. തേർഡ് പോയിന്റ്, delocalization of pi electron is known as resonance. Delocalization of pi electron, delocalization of pi electron. Pi അറിയാലോ സിമ്പിൾ, delocalization. delocalization മീനിങ് എന്താ? ലൊക്കേഷൻ മാറും കേട്ടോ. ഓർത്ത് നോക്കാം. delocalization of pi electron is known as resonance. ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് റെസൊണൻസ് എന്ന് പറഞ്ഞ ഇനി ഒരു ഹെഡിങ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അവിടെ ഈ വേർഡാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. delocalization of pi electron is known as resonance കേട്ടോ. ഓർത്ത് നോക്കാം. വീഡിയോ ഓൺ ആക്കണം കേട്ടോ. ക്രിസ് ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ടൈമിൽ വന്നോട്ടോ, അല്ലെങ്കിൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പകുതിയിൽ നിന്ന് ഈ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ കൺസെപ്റ്റോ ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണാതെ പഠിക്കുന്ന പരിപാടിയൊന്നുമില്ല. കൺസെപ്റ്റ് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. ഓർത്ത് നോക്കുക. ക്രിസ് വീഡിയോ ഓൺ ആക്കുക. നേരത്തെ എത്തണം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓർത്ത് വെക്കുക. ഇതാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. ഓസോൺ, ഇതാണ് ഓസോൺ. ഇതിന്റെ പേരെന്താ? ഓസോൺ, O3 അല്ലെ? ഓസോൺ ലെയർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. O3. ഈ O3 ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ട്. ഇങ്ങനെയാണ്. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് അത് പുറത്തേക്ക് മാറും. ഡബിൾ ബോണ്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഓർത്ത് നോക്കാം. ഇങ്ങനെ മാറുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? റെസൊണൻസ് എന്ന് വിളിക്കുന്നത്. ഓർത്ത് നോക്കാം. അപ്പോ എന്ത് പറ്റി? ഡബിൾ ബോണ്ട് കുറച്ച് സമയം എഴുതി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇപ്പുറത്തേക്ക് മാറ്റും. ഇത് എങ്ങനെ ഡെഫിനിഷൻ ആയിട്ട് പറയും? അതാണ് നിങ്ങൾ ആദ്യം എഴുതിയേക്കുന്നത്. ഒന്ന് വായിച്ചതിന്. അക്കോർഡിംഗ് ടു ദ കൺസെപ്റ്റ് ഓഫ് റെസൊണൻസ് എന്തായിരുന്നു? ഒരു സ്ട്രക്ചർ ആയിട്ട് വരക്കാൻ പറ്റും ഇങ്ങനെ മാറുന്നത്? പറ്റുമോ? ഇല്ല. അപ്പൊ സിംഗിൾ ലൂയിസ് സ്ട്രക്ചർ കനോട്ട് എക്സ്പ്രസ് എന്താണ്? അല്ലേ? നമ്പർ ഓഫ് സ്ട്രക്ചർ രണ്ടെണ്ണം, ചിലതിൽ 3 എണ്ണം, ചിലതിന് 5 എണ്ണം ഒക്കെ വരും.
അങ്ങനെ നമ്പർ ഓഫ് സ്ട്രക്ചർ മാറുന്നതിന് വലിയ മോളിക്കൂൾ ആണെങ്കിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഓർത്ത് നോക്കുക, ബെൻസീനൊക്കെ വരുമ്പോൾ അങ്ങനെ വരും. അപ്പോ നമ്പർ ഓഫ് സ്ട്രക്ചർ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സ്ട്രക്ചറിൽ എന്താണ് സിമിലർ എനർജി ആൻഡ് പൊസിഷൻ. പൊസിഷൻ മാറുന്നുണ്ടോ? ഓക്സിജന്റെ ഒക്കെ മാറോ? ഇല്ല, പൊസിഷൻ മാറില്ല. ആരുടെ പൊസിഷനാ മാറുന്നേ? അല്ലെ, ആ ഇലക്ട്രോൺ ഡബിൾ ബോണ്ട് ആണ് ആക്ച്വലി മാറുന്നത്. കണ്ടോ, ഓർത്ത് നോക്കാം. ഇനി എന്തിനാ ഇങ്ങനെ മാറുന്നത്? വെറുതെ ഇരുന്നാ പോരെ? അതാണ് രണ്ടാമത്തെ പോയിന്റ്. റീസൺ എന്തായിരുന്നു? സ്റ്റെബിലിറ്റി. അപ്പോ ഒരു മോളിക്യൂളിന് കുറച്ചും കൂടി സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്? ഈ റെസണൻസ് മാറുന്നതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റിലേക്ക് വരാം. അപ്പോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്താണ്? ആക്ച്വലി റെസണൻസ് ഒരു സ്ട്രക്ചറിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ എന്താണ്? മൾട്ടിപ്പിൾ സ്ട്രക്ചർ വേണം. അങ്ങനെ വരുന്നതിന് ഒറ്റ വേർഡാണ് എഴുതിയത്, കനോണിക്കൽ സ്ട്രക്ചർ. ഇങ്ങനെ എഴുതുന്നതിന് എന്താ വിളിക്കുന്നത്? കനോണിക്കൽ സ്ട്രക്ചർ. ആ വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് പെട്ടെന്ന് നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ റെസണൻസ് സ്ട്രക്ചർ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം? കനോണിക്കൽ സ്ട്രക്ചർ. കേട്ടോ, ഓർത്ത് നോക്കാം. മോനെ ക്രിസേ, നമ്മളിപ്പോ ചെയ്തേ റെസണൻസ് എന്ന് പറഞ്ഞ ഹെഡിങ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോർഡ് ലെറ്റർ എഴുതിയിട്ടുണ്ട്. അതാണ് എഴുതിയേക്കുന്നത്. കേട്ടോ, ഓർത്ത് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ആട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. രണ്ടാമത്തെ പോയിന്റ്, 2 പോയിന്റ് എക്സ്ട്രാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു എന്ന് പറഞ്ഞേ? റെസണൻസ് സ്ട്രക്ചർ അറ്റൈൻ സ്റ്റെബിലിറ്റി. അതാണ് സെക്കൻഡ് പോയിന്റ്. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ആയിട്ട് വന്നിട്ടില്ല. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. മൂന്നാമത്തെ പോയിന്റ് ആ ഏരിയയിൽ ഇല്ല. അത് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇതേ ഹെഡിങ് തന്നെ വീണ്ടും വരും. അപ്പൊ അവിടെ പുതിയതായിട്ട് പഠിക്കണ്ട. ഈ പഠിച്ചു തന്നെ അവിടെ എഴുതാൻ വേണ്ടിയിട്ടാണ് എന്ത് എഴുതിയിരിക്കുന്നത്? ഡി ലൊക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ. അതെന്താന്ന് കൂടി പറയാം. ഇവിടെ നോക്കിയേ, ഇവിടെ 2 ബോണ്ട് വന്നാൽ ഒരു ബോണ്ടിനെ വിളിക്കുന്ന സിഗ്മ ബോണ്ട്. രണ്ടാമത്തെ ബോണ്ടിനെ എന്താ വിളിക്കുക? പൈ ബോണ്ട്. ആദ്യത്തെ ബോണ്ട് എന്താ? സിഗ്മ. രണ്ടാമത്തെ ബോണ്ട് എന്താ? പൈ ബോണ്ട്. അതെന്താണെന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഈ ചാപ്റ്ററിൽ പഠിക്കുകയാണ്. ഈ സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഹെഡ് ടു ഹെഡ് ഓവർലാപ്പ് ആണ്. ഭയങ്കര സ്ട്രോങ് ബോണ്ട് ആയിരിക്കും അത്. പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലൽ ഓർ പെർപെൻഡിക്കുലർ ഓവർലാപ്പിംഗ് ഓഫ് പൈ ഇലക്ട്രോൺ എന്നാണ് അതിനെ വിളിക്കുക. അത് കുറച്ച് വീക്ക് ആണ് ആക്ച്വലി. കണ്ടോ, ഓർത്ത് നോക്കുക. അപ്പോ പൈ നമ്പർ അല്ല, പൈ എന്ന് പറയുന്ന ഒരു പേരാണ്, അത്രേ ഉള്ളൂ. കേട്ടോ, ഓർത്ത് നോക്കാം. പൈയുടെ വാല്യൂ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല. കേട്ടോ, പൈ എന്ന് പറഞ്ഞ ഒരു പേര് കൊടുക്കുന്നതാണ് ആക്ച്വലി. കേട്ടോ, അപ്പൊ നമ്മൾ പറയാറില്ലേ പേഴ്സൺ എ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, എനെ പോലെ ഇരിക്കുന്ന പേഴ്സൺ ആണ്. അല്ല, അതുപോലെ ഒരു റെപ്രസെന്റേഷൻ മാത്രമാണ്. എക്സ് എന്നൊക്കെ പറഞ്ഞ റെപ്രസെന്റ് ചെയ്യാറില്ലേ, അതുപോലെ. അത് അപ്പൊ ഓർത്ത് നോക്കുക, പൈ എന്ന് പറയുന്നത് വെറുതെ ഒരു റെപ്രസെന്റേഷൻ മാത്രമാണ്. അപ്പൊ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? മാറും. അതാണ് ഡീലൊക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ. പൈ ഇലക്ട്രോൺ ആണ് മാറുന്നത്. കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ ഡബിൾ ബോണ്ടില് ഒരു ബോണ്ടാണ് മാറുന്നത്. അതിനെയാണ് പൈ. അതാണ് തേർഡ് പോയിന്റ് ആയിട്ട് എഴുതി വെക്കുന്നത്. കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ഇതങ്ങ് വരച്ചു വെച്ച് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഓസോൺ ഏമരക്ക്. ഓസോൺ. കേട്ടോ, ഓസോൺ ആണ് എക്സാമ്പിൾ. കേട്ടോ, അപ്പൊ നമ്മൾ ഡെഫിനിഷൻ 3 പോയിന്റ്സ് ആയിട്ട് എഴുതി. അത് കഴിഞ്ഞ് ഓസോണിന്റെ എക്സാമ്പിൾ എഴുതണം. ഇതുപോലെ വരച്ചു നോക്കാം. അപ്പോ എങ്ങനെയാണ് ഇതിന് സ്റ്റെബിലിറ്റി കിട്ടണമെന്ന് കൂടി പറയാം. ഓർത്ത് നോക്കുക, ഈ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആകുമ്പോൾ ഈ ഓസോണിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വേറെ ആറ്റംസ് വരും. ഓസോൺ. അപ്പൊ ആ ഓസോണിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു ആറ്റം വരുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഡബിൾ ബോണ്ട്, ഈ പൈ ഇലക്ട്രോൺ ഉണ്ടല്ലോ, ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? അടുത്തതിലേക്ക് മാറും. ഓർത്ത് നോക്കുക. ഇപ്പൊ ഇത് ഇലക്ട്രോൺ ആണെന്ന് കരുതുക. ഞാനും അമനും ആണ് ഇരിക്കുന്നത്. പറഞ്ഞുതരാം. ഞാനും അമനും ഇരിക്കുന്നു. അമൻ ഓക്സിജൻ, ഞാൻ ഓക്സിജൻ ആണെന്ന് കരുതുക. താൻ വന്നിട്ട് ഇത് ചോക്ലേറ്റ് ആണ്, താൻ കുഞ്ഞുവാവയാണ്, താൻ എൻ്റെ അടുത്ത് വന്ന് അറ്റാക്ക് ചെയ്യാൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ താൻ എന്ത് ചെയ്യും? എനിക്ക് എന്ത് ചെയ്യാം അല്ലെ? ഒന്നല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഭയങ്കരമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കും. അതിന് പകരം ഞാൻ എന്ത് ചെയ്യും? അമൻ ഇത് ഈ ചോക്ലേറ്റ് അങ്ങോട്ട് കൊടുക്കും. അപ്പൊ താൻ എന്ത് ചെയ്യും? അമന്റെ അടുത്തേക്ക് പോകും. അമൻ എന്ത് ചെയ്യും? എനിക്ക് തരും. കുറച്ച് കഴിയുമ്പോൾ തനിക്ക് മനസ്സിലാവും എന്താണ് ഇത് കിട്ടാൻ പോലുള്ള, അങ്ങോട്ട് ഇങ്ങോട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ ചെയ്യുന്ന പ്രോസസ്സിന് എന്ത് വിളിക്കും? ഡീലൊക്കലൈസേഷൻ ഓഫ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചോക്ലേറ്റിന്റെ പൊസിഷൻ മാറും. അപ്പൊ എന്ത് പറ്റും? കിട്ടില്ല. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്ക്, അമനും ഞാനും അതിന് പകരം ഇവിടെ ഒരു 5-10 ആൾക്കാരുണ്ടല്ലോ. താൻ വരികയാണ്. ആക്ച്വലി ഞങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഇത് എവിടേക്കാണ് പോണത് അല്ലേ. അപ്പൊ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകും. മനസ്സിലാവും. അതാണ്. അപ്പോ റെസണൻസിന്റെ സ്ട്രക്ചറിന്റെ നമ്പർ കൂടിയാൽ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? കൂടും. മനസ്സിലായോ? ഇപ്പൊ ബെൻസീൻ, അതിൽ ടോളുവിൻ, അതിന്റെയൊക്കെ റെസണൻസ് നിങ്ങൾക്ക് ഹൈഡ്രോ കാർബണിൽ പഠിക്കും. ഇനി ഇതിന്റെ കണക്ഷൻ എവിടെ പഠിക്കാൻ പോണേ? ഹൈഡ്രോ കാർബൺ. അപ്പോ ഈ 3 പോയിന്റ് അവിടെയും എഴുതാവുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ അവിടത്തേക്ക് വേണ്ടിയിട്ട് വേറെ സ്റ്റൈലിൽ അവിടത്തെ വേറെ പഠിക്കും. അപ്പൊ ഇതും അതും കൂടി മിക്സ് ആവും. അങ്ങനെ വരരുത്. രണ്ടും ഒരേ കൺസെപ്റ്റ് തന്നെയാണ്. അവിടെ വരുമ്പോൾ ഒരെണ്ണമൊന്നുമല്ല,
കുറേ വലിയ സ്ട്രക്ചർ ഒക്കെ പഠിക്കും. ഫിനോൾ എന്നൊക്കെ പറയുമ്പോൾ അതിൽ 5 എണ്ണം വരക്കും. ഇതുപോലത്തെ ഓർത്ത് നോക്കുക. ഇതുപോലത്തെ എത്ര 5 പൊസിഷൻ വരും ഓർത്ത് നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇലക്ട്രോൺസ് അത്രയും അല്ലെ ഏരിയസിന് മൂവ് ചെയ്തിട്ടാണ് വരിക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല അല്ലെ, ആ വരുന്ന അറ്റാക്കിംഗ് ഗ്രൂപ്പ്സിന് അതിന് വരാൻ പറ്റില്ല. അപ്പൊ ആ മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പൊ റെസൊണൻസിന്റെ മെയിൻ പോയിന്റ് മിഡിലാണ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ഇനി ആദ്യത്തെ പോയിന്റ് ജസ്റ്റ് പറയാണ് അല്ലെ, ഒരു സ്ട്രക്ചറിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല, ഒരേ എനർജിയാണ് അല്ലെ, എനർജി പൊസിഷൻ ഒക്കെ സെയിം ആണ്. പക്ഷെ ആര് മാത്രം മാറും, പൈ ഇലക്ട്രോൺ കേട്ടോ. ഓർത്ത് നോക്കുക, കൺസെപ്റ്റ് ഓക്കെ അല്ലേ കേട്ടോ. 3 പോയിന്റ്. ആദ്യം അതിന്റെ സ്ട്രക്ചറെ കുറിച്ച്, മിഡിൽ വരുന്നത് സ്റ്റെബിലിറ്റി, ഫോർത്ത് വരുന്നത് ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ കേട്ടോ. ആ സ്റ്റേറ്റ്മെന്റ് മീനിങ് ഒക്കെ കറക്റ്റ് ആക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ഹെഡിങ്ങിലേക്ക് പോവാണ് കേട്ടോ. അടുത്ത ഹെഡിങ് എഴുതി വെച്ചേ. Polarity of bond. Next heading, polarity of bond. Polarity of bond. Polarity of bond. Polarity P ആണ് കേട്ടോ. Polarity of bond. Bond BOND bond. Polar കേട്ടോ. Polarity of bond. എഴുതി വെക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചേ. When covalent bond is formed between, when covalent bond is formed between, when covalent bond is formed between two similar atom, two similar atom, two similar atom is known as non-polar, is non-polar. Example, H2 O2 Cl2. ഇങ്ങനെ ഒരേപോലത്തെ ആറ്റമാണ്, അതിലേക്ക് എന്താ വിളിക്കുന്നത്, നോൺ പോളാർ കേട്ടോ. ഓർത്ത് നോക്കാം. is known as non-polar. Example ഏതൊക്കെയായിരിക്കും, H2 O2 Cl2. ഇവരൊക്കെ കോവാലന്റ് ആണ്, ഷെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ ഒരേപോലെ നല്ല ഭംഗിയായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ എന്ത് വിളിക്കും, നോൺ പോളാർ. അടുത്ത ലൈനിൽ നെക്സ്റ്റ് ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെ തുടങ്ങി. when covalent bond is formed between, എങ്ങനെയായിരിക്കും, when covalent bond is formed between two different atoms, similar nu param two different atoms, two different atoms, two different atoms, two different atoms. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക ഡിഫറെന്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ബ്രാക്കറ്റിൽ ഡിഫറെന്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി, അവിടെ വിത്തിൻ ബ്രാക്കറ്റിൽ ഒരു വേർഡ് എഴുതുക, ഡിഫറെന്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി. അതിനെന്ത് വിളിക്കും, is known as polar bond. Polar bond. Polar bond. എക്സാമ്പിൾ ആയിട്ട് HF. എക്സാമ്പിൾ HF, CH3Cl. എക്സാമ്പിൾ എഴുതി കേട്ടോ, HF CH3Cl എക്സെട്ര. എക്സാമ്പിൾ HF CH3Cl എക്സെട്ര. ഇനി ഇതിന്റെ സബ് ഹെഡിങ് ആയിട്ട് എഴുതി വെക്കുക. ഈ പൊളാരിറ്റി ഓഫ് ബോണ്ടിൽ വരുന്ന സബ് ഹെഡിങ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് പൊളാരിറ്റിയുടെ അണ്ടറിൽ വരുന്ന സബ് ഹെഡിങ് ആണ്. സബ് ആയിട്ട് എഴുതി വെക്കുക ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് കേട്ടോ. ഇനി ഈ കൺസെപ്റ്റിലേക്ക് വരാം കേട്ടോ. ഇവിടെ തൊട്ട് ഈ ചാപ്റ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഓർമ്മ ഉണ്ടാവും. ഈ ചാപ്റ്ററിലെ ഏറ്റവും കോർ കൺസെപ്റ്റുകൾ എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് കേട്ടോ. ഓർത്ത് വെക്കാം.
അപ്പോൾ ആ കൺസെപ്റ്റ് നമുക്ക് സ്കൂളിൽ എടുക്കുന്നതിന് മുമ്പ് എടുത്ത അത്രയും നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയൊരു ഏരിയയിൽ ടെക്സ്റ്റ് ബുക്കിൽ വലിയൊരു ഏരിയ ആണ്, പക്ഷെ അത് വളരെ ക്ലാരിറ്റിയിൽ പഠിച്ചാൽ പിന്നെ മറക്കില്ല, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനും പറ്റും. അപ്പോൾ ഓർത്ത് നോക്കുക, ആദ്യത്തേത് ഇനി വരുന്ന വേർഡുകളാണ്. ഒന്ന് ഡൈപോൾ മൊമെന്റ്, അടുത്ത VSEPR തിയറി, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി, അടുത്ത VBT, അടുത്ത നെക്സ്റ്റ് പറയുന്നതാണ് ഹൈബ്രിഡൈസേഷൻ, ഫോർത്ത് വരുന്ന MOT, മോളിക്കുലർ ഓർബിറ്റൽ തിയറി. അവിടെ ഓർത്ത് നോക്കാം. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഏറ്റവും വലിയ കൺസെപ്റ്റുകൾ അതാണ്, ഓർത്ത് നോക്കാം. ഇനി ബാക്കി ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് പിന്നെ സെക്കൻഡ് ചാപ്റ്ററിൽ ഹൈഡ്രോ കാർബൺ മാത്രമേ ഉള്ളൂ. ഓർത്ത് നോക്കാം. ഇതില് സിമ്പിൾ ആയിട്ട് പറയുക, ഡൈപോൾ. എർത്തിന് എത്രയൊക്കെ പോൾ ഉണ്ട്? ഏതൊക്കെയാ? നോർത്തും സൗത്തും. അങ്ങനെ പറഞ്ഞാൽ എന്താണ് പോൾ? പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രീമെന്റ്. പോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ്ട്രീമെന്റ്. ഇവിടെ നോക്കുക, ഈ ഒരു പെൻ ഉണ്ടല്ലോ, ഈ പെന്നിന്റെ പോൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ്ട്രീമെന്റ് ഇത് അല്ലെ, ഇതൊരു പോളാണ്, ഇതൊരു പോളാണ്. ഇവിടെ രണ്ടും ഒരേ ചാർജ് ആണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നോൺ പോളാർ. ഇപ്പൊ H2 എന്ന് പറഞ്ഞത് ഒരു H ഇവിടെയും ഒരു H ഇവിടെയും, എന്നാൽ അവർ തമ്മിൽ ഇലക്ട്രോൺ ഷെയർ ചെയ്യും. ആ വിളിക്കുന്നതാണ് നോൺ പോളാർ. പോളാരിറ്റി ഒന്നും ഇല്ല. ഇനി ഇവിടെ ഒരു പ്ലസ്, ഇവിടെ ഒരു മൈനസ്, അങ്ങനെ വന്നാൽ പാർഷ്യൽ മൈനസും പാർഷ്യൽ പ്ലസും ആണ്. അങ്ങനെ വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് പോളാർ. പോളാർ ബോണ്ടുകൾക്ക് ഡൈപോൾ മൊമെന്റ് ഉണ്ടാകും. ഡൈപോൾ, ഡൈ എന്ന് പറഞ്ഞാൽ എത്രയാ? 2. പോൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമെന്റ്. കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ എക്സ്ട്രീമെന്റുകൾ ഉണ്ടാവുന്ന മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് ഡൈപോൾ. ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. ഈ മൈനസിൽ ഇത് കണ്ടോ, ഈ മൈനസിന്റെ ഡയറക്ഷനിലായിരിക്കും ഇത് വരുന്നത്. അപ്പൊ ഇതിന്റെ മൊമെന്റ് എങ്ങനെയായിരിക്കും? നോക്കിയോട്ടോ, ഇതിന്റെ മൊമെന്റ് എങ്ങനെയായിരിക്കും? ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇളമയത്ത് വന്നിടിക്കും. അപ്പൊ തനിക്ക് മനസ്സിലാവും ഇതിന് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പോ എക്സ്ട്രീം. ഇനി അപ്പോ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആക്ച്വലി? അല്ലെ, ഓർത്ത് നോക്കുക, 2 എക്സ്ട്രീമെന്റ് ഉണ്ടാവണം, അതിനെന്തുണ്ടാവും? മൊമെന്റം. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുന്നത് ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. എന്തായിരിക്കും? ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. ഇവിടെ നോക്കിക്കോട്ടോ, ഞാൻ ഇവിടെ ഈ ഒരു ഇവിടെ ഞാനൊരു അയണിന്റെ നല്ല ഒരു വെയിറ്റ് ഉള്ള, കേട്ടോ ഓർത്ത് നോക്കാം, ഒരു എന്താണ് 100 gram ഒക്കെ ഉള്ള വെയിറ്റ് ഉള്ള ഒരു ബോൾ പിടിപ്പിച്ചു. ഇവിടെയും അതുപോലത്തെ ബോൾ പിടിപ്പിച്ചു. അപ്പൊ എന്താണ് അല്ലെ, ചാർജ് ഇവിടെ കൂടിയില്ലേ? ഓർത്ത് നോക്കാം. ഇനി ഇതിന്റെ ലെങ്ത്തും കൂടി, എന്നിട്ടാണ് ഇയാളുടെ മേത്തേക്ക് എറിയുന്നത് എങ്കിൽ എന്ത് പറ്റും? അത്യാവശ്യം വേദന എടുക്കും ഇല്ലയോ? അപ്പൊ എന്ത് പറ്റും? അതിന്റെ എഫക്ട് കൂടൂലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താണ്, ചാർജ് കൂടിയ മൊമെന്റം എന്ത് ചെയ്യും? കൂടും. മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി. പഠിച്ചല്ലേ? ഇവിടെ വെയിറ്റിന് പകരം അവർ പറയുന്നത് ചാർജ് ആണ്. ശ്രദ്ധിക്കുക കേട്ടോ, ചാർജ്. ആൻഡ് ഡിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ അറിയാലോ, ഡിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റും അല്ലെ? പിന്നെ അത് കൂടും. ഓർത്ത് നോക്കാം. അപ്പോ അങ്ങനെ വന്നാൽ അത് കൂടും. അപ്പൊ ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ പഠിച്ചേ, ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. ഡൈപോൾ മൊമെന്റ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. കേട്ടോ, ഇപ്പൊ ഞാൻ ചോദിക്കും കുറച്ച് കഴിയുമ്പോൾ, അങ്ങനെ എഴുതുള്ളൂ. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വാട്ട് ഡു യു മീൻ വെക്റ്റർ ക്വാണ്ടിറ്റി? ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഇതിൽ വരുന്ന BeF2, PCl3, NH3, NF3 ഇങ്ങനെ 4 എക്സാമ്പിൾസ് വളരെ ക്ലിയർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാനുണ്ട് വരുന്നത്. അതാണ് ഇതിന്റെ ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതിൽ NH3 ആൻഡ് NF3 കമ്പാരിസൺ ആണ് ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് വരുന്നത്. കേട്ടോ, ഓർത്ത് നോക്കുക. അത്രയും കാര്യങ്ങളാണ് നമുക്ക് എഴുതാനായിട്ടുള്ളത്. കേട്ടോ, ഓർത്ത് നോക്കാം. താഴെ എഴുതി വെച്ചോ, ഡൈപോൾ മൊമെന്റ് ഈക്വൽ ടു, താഴെ കേട്ടോ, ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ ആണ്. ഡൈപോൾ മൊമെന്റ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. ഡൈപോൾ മൊമെന്റ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. ഡൈപോൾ മൊമെന്റ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. Dipole moment equal to charge into distance of separation. Charge into distance of separation. Second point എഴുതി വെക്കുക. It is a എന്താ quantity ആ? It is a vector quantity. ബ്രാക്കറ്റിൽ എന്ത് എഴുതണം? പറയേ, both magnitude and direction. കേട്ടോ, എഴുതണോട്ടോ എല്ലാവരും. സെക്കൻഡ് പോയിന്റ്, it is a vector quantity. It is a vector quantity. It is a vector quantity. ബ്രാക്കറ്റിൽ എഴുതണം magnitude and direction. Magnitude and direction.
മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ദെൻ ഇതിനെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് അതിന്റെ ഡയറക്ഷൻ ഒക്കെ എങ്ങനെയാണ് അതാണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോ അതിന്റെ ഒരു പിക്ചർ നമുക്ക് ഒന്ന് വരക്കാം. നേരത്തെ പറഞ്ഞ നെക്സ്റ്റ് വരുന്നതാണ് ഈ എച്ച് എഫ്. ഇവിടെ നോക്കാം നമുക്ക്. എച്ച് എഫ്. ഈ എച്ച് എഫ് എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ ഡയറക്ഷൻ ഫ്ലൂറിൻ ഹൈഡ്രജൻ വിച്ച് ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. ഫ്ലൂറിൻ ആണോ ഹൈഡ്രജൻ ആണോ വിച്ച് ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്? ഫ്ലൂറിൻ. എങ്ങനെ അത് അറിയാൻ പറ്റിയ? പീരിയോഡിക് ടേബിളിലെ ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും അല്ലെ? എന്തായിരുന്നു? വാട്ട് ഇസ് ദ റീസൺ? ഷെൽസ് താഴേക്ക് വരുമ്പോ അല്ലേ കൂടുന്നത്? ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോണിന്റെ നമ്പർ കൂടുമ്പോൾ എന്ത് വരും പറഞ്ഞു? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോണിന്റെ നമ്പർ കൂടുന്നതിനൊപ്പം എന്ത് കൂടും? പ്രോട്ടോണും കൂടും. പ്രോട്ടോൺ എന്താ? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കൂടുന്തോറും എന്ത് ചെയ്യും? അത് പിടിച്ച് അല്ലെ കൂടുതൽ അട്രാക്ട് ചെയ്യും. തന്റെ ഒരു മാഗ്നറ്റ് ഉണ്ട്. മാഗ്നറ്റിന്റെ പവർ കൂടി എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യോ അതോ ഇത് ചെയ്യോ? നന്നായിട്ട് അട്രാക്ട് ചെയ്യില്ലേ? അതുപോലെ പുറത്തു വെക്കാം. അങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റ് ഒക്കെ ഉണ്ടാവുന്നത് കേട്ടല്ലേ? ഇലക്ട്രോ മാഗ്നറ്റ് ട്രെയിനൊക്കെ കണ്ടിട്ടില്ലേ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്? അത് വെറുതെ ഇങ്ങനെ കട്ടി വെക്കണാണോ? അല്ല, ഇലക്ട്രോ മാഗ്നറ്റ് അത് അത്രയും സ്ട്രോങ് ആയിട്ടാ. ക്രെയിൻ കണ്ടിട്ടില്ലേ മുകളിൽ ഇങ്ങനെ വലിയ കണ്ടെയ്നറൊക്കെ ഇങ്ങനെ എടുക്കുന്നത്? അതെന്ത് വെച്ചിട്ടാ? കെട്ടിട്ടാ? അതൊന്നും അറിയില്ല. പിന്നെ ഇതിനെ പഠിക്കുന്നത് ഇതൊക്കെ ഇലക്ട്രോ മാഗ്നറ്റ് കേട്ടോ. അതും കൂടി കൊടുക്കും. എന്നിട്ടാണ് അവര് ജോയിൻ ചെയ്യിപ്പിക്കുക. അത് മാത്രമല്ല റിസ്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി കൊടുക്കും. അത്രയും ഇതായിട്ട് വരും. ട്രെയിൻ കണ്ടിട്ടില്ലേ? ജോയിൻ ചെയ്യുന്ന കണ്ടിട്ടില്ലേ അല്ലെ? പുറത്തൊക്കെ ഇലക്ട്രോ മാഗ്നറ്റ് വെക്കും. അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, എച്ച് എഫ്. ഈ എച്ച് എഫിന് നമുക്ക് ഡയറക്ഷൻ വരക്കുമ്പോ ഡയറക്ഷൻ ടുവേഴ്സ് ഇലക്ട്രോനെഗറ്റീവ് കണ്ടോ? ഓർത്ത് നോക്കാം. ഡയറക്ഷൻ ടുവേഴ്സ് ഇലക്ട്രോനെഗറ്റീവ്. ഇത് അതിന്റെ ബോണ്ടാണ്. ഇതാണ് എന്ത്? ഡൈപോൾ മൊമെന്റ്. അതിന്റെ ഡയറക്ഷൻ ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. എക്സാമ്പിൾ എഴുതിയ ഇത് എക്സാമ്പിൾ എച്ച് എഫ്. എന്നിട്ട് ഈ ആരോ ഇതുപോലെ വരക്കുക. എന്നിട്ട് അതിന്റെ താഴെ നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതാം കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് വരക്കണം കേട്ടോ. എച്ച് എഫ്. എന്തായിരിക്കും? എന്തിന്റെ ഡയറക്ഷനാ വരക്കുന്ന? ഡൈപോൾ കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് വരച്ചു വന്നിട്ട് അത് എഴുതി വിട്ടോ നമ്മള് കേട്ടോ. ഇത് വരക്കാം. എന്നിട്ട് അതിന്റെ താഴെ എഴുതി വെച്ചോ. ദിസ് ആരോ സിംബലൈസ് കേട്ടോ. ഇതൊന്ന് വരക്കാം. എന്നിട്ട് അതിന്റെ ആരോ എന്താന്ന് എഴുതണ്ടേ? ദിസ് ആരോ സിംബലൈസ് the direction of the shift of electron density. Direction of the shift of electron density. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. ഡൈപോൾ മൊമെന്റ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്തിന്റെ ആരോ ആണത്? ഡൈപോൾ മൊമെന്റിന്റെ ആരോ ആണ് അല്ലെ? അതിന്റെ ഡയറക്ഷൻ ആണ്. The arrow symbolize the direction of the shift of electron density. Within bracket എന്താണ്? Dipole moment. Okay. Dipole moment. Moment കേട്ടോ. ഓക്കെ. MOMENT. Dipole moment. ഇനി നമുക്ക് മെയിൻ ആയിട്ട് അതിലെ എക്സാമ്പിൾസുകൾ ഉണ്ട് കേട്ടോ. കുറച്ച് എക്സാമ്പിൾസുകൾ ഉണ്ട്. ആ എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. എക്സാമ്പിൾ 1 ആണ് ഫസ്റ്റ് എഴുതുന്നത്. BeF2. BeF2ന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ്. ബെർലിയം, ഇവിടേക്ക് ഒരു ഫ്ലൂറിൻ, ഇവിടെ ഒരു ഫ്ലൂറിൻ. BeF2. ഇതാണ് അതിന്റെ ഷേപ്പ്. നമുക്കറിയാം ആറ്റമിക് നമ്പർ ബെർലിയം എത്രയാണ്? 4. എസ് ബ്ലോക്കിലാണ് ഇരിക്കുന്നത് അല്ലെ? ഓർത്ത് നോക്കാം. ഫ്ലൂറിൻ എവിടെയാണ്? 70th ഗ്രൂപ്പ്. അപ്പൊ ആരായിരിക്കും? വിച്ച് ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്? മിഡിൽ, ഏറ്റവും ബാക്കിൽ. ഏതായിരിക്കും ഇതിൽ? ആരായിരിക്കും മോർ ഇലക്ട്രോൺ? ബെർലിയം ആണോ ഫ്ലൂറിൻ ആണോ? ഫ്ലൂറിൻ അല്ലെ? ഓർത്ത് നോക്കാം. കാരണം എന്താ? പീരിയോഡിക് ടേബിളിലെ ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ്. ഹയസ്റ്റ് എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. എന്ത് പറ്റി വൈകിയത് ആണോ?
വീഡിയോ നോക്കിയിട്ട് നോട്ടൊക്കെ എഴുതി വെക്കണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ നോക്കും കേട്ടോ. ഓക്കെ, ദെൻ ഇവിടെ നോക്കിയേ, ഈ ഡയറക്ഷൻ ഇത് ഇങ്ങനെയാ വരക്കുന്നത് ഉണ്ടോ, ഫ്ലോറിലേക്കാണ് ആ ഡയറക്ഷൻ വരിക. ദെൻ അടുത്ത ഡയറക്ഷൻ നോക്കാം, ദേ ഇവിടെ നോക്കിയേ ഉണ്ടോ, നോക്കാം. ഇങ്ങനെ വന്നാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വന്നാൽ എന്ത് വരും? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വന്നാൽ എന്ത് വരും? ക്യാൻസൽ ആയിട്ട് എന്താവും? 0 ആവും അല്ലെ? ഓർത്ത് നോക്കാം. അതെ, ഇപ്പൊ ഇത് നമ്മുടെ ഇതിന്റെ മിഡിൽ അയാൾ ഇരിക്കുന്നുണ്ട് അല്ലെ, അയാളുടെ ഒരു കൈ പിടിച്ചു മറ്റേ അവനും കേട്ടോ, അങ്ങനെ ചെയ്യാനല്ല, വേറൊരാള് അല്ലെ, 2 കൈയല്ലേ ഇരിക്കുന്നത് അല്ലെ, അതുപോലെ ബെർലി ഇരിക്കണ പോലെ ഇരിക്കണം അല്ലെ, പിടിച്ച് ഒരേ ബലമുള്ള ആൾക്കാർ പിടിച്ചു വലിച്ചാൽ എന്ത് പറ്റും അല്ലെ? ഓർത്ത് നോക്കാം, അയാൾ അനങ്ങില്ല അല്ലെ, ഓർത്ത് നോക്കാം, അയാൾ അനങ്ങില്ല, ആ മൂവ്മെന്റ് ഒക്കെ അവിടെ നിൽക്കും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇതിന്റെ ഡൈപോൾ മൂവ്മെന്റ് 0 ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ ശരിക്കും 0 ആണോ? അല്ല, ഡൈപോൾ മൂവ്മെന്റ് ഉണ്ട്, പക്ഷെ അത് ക്യാൻസൽ ആയി പോകും അല്ലെ. അപ്പൊ അതാണ് നമ്മൾ എഴുതാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും എഴുതാം, ഇത്രയും വരക്കുക, എന്നിട്ട് നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതണം കേട്ടോ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് എഴുതണം, ഇത്രയും വരെ എഴുതാം. ഇത് വരക്കണം കേട്ടോ, എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതാൻ വേണ്ടിയിട്ടാണ്. എഴുതി വെച്ചു. The dipole moment in case of BEF2, the dipole moment in case of BEF2, in case of BEF2 is 0. Is 0. Full stop. This is because of the, this is because the two equal bond dipole, this is because the two equal bond dipole, bond dipole കേട്ടോ, ഓർത്ത് നോക്കാം, bond dipole, this is because the two equal bond dipole, ഇതാണ് ഒരു ബോണ്ട് അല്ലെ, ആ ബോണ്ടിന്റെ ഡൈപോളിനെ നമ്മൾ എന്ത് വിളിക്കുക? ബോണ്ട് ഡൈപോൾ കണ്ടോ, ഓർത്ത് നോക്കാം, ബോണ്ട് ഡൈപോൾ in opposite direction, in opposite direction, and എന്ത് പറ്റും? cancel the effect of each other. Opposite direction and cancel the effect of each other. Cancel the effect of each other. Cancel the effect of each other കേട്ടോ, ഓർത്ത് നോക്കുക, അതാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ എഴുതുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് എക്സാമ്പിൾ, എക്സാമ്പിൾ 1 കഴിഞ്ഞു, എക്സാമ്പിൾ 2ലേക്ക് വരാം. അടുത്ത എക്സാമ്പിൾ 2 പറയുന്നത് BF3, ഇത് ബെർലിയം ആണ്, ഇത് ബോറോൺ ആണ്. BF3, ബോറോണിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ബോറോൺ ഇരിക്കും, ട്രയഗണൽ പ്ലാനർ എന്നാണ് അതിന്റെ ഷേപ്പിനെ പറയാ കേട്ടോ, ഓർത്ത് നോക്കുക, അതൊക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഷേപ്പ് ഇരിക്കുന്നത്. ഇവിടെയും എന്താ സംഭവിക്കാൻ പോകുന്നത് കണ്ടോ, ഫ്ലോറിനിലേക്കായിരിക്കും ഡയറക്ഷൻ. എന്തുകൊണ്ടാണ് ഫ്ലോറിനിലേക്ക് ഡയറക്ഷൻ വരുന്നത്? ഫ്ലോറിൻ മോർ ഇലക്ട്രോനെഗറ്റീവ്, ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ഫ്ലോറിന് തന്നെയാണ് അല്ലെ, ഓർത്ത് നോക്കാം. ഇപ്പൊ ഡയറക്ഷൻ നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, താഴേക്ക് വന്നു, ഇവിടേക്ക് വന്നു. ഇവിടെയും എന്തായിരിക്കും അല്ലെ, ഒരാളെ തന്നെ 3 ഏരിയാസിലേക്ക് ഒരേപോലെ വലിച്ചാൽ ഇവിടെയും എന്തുണ്ടാവില്ല? ഡൈപോൾ മൊമെന്റ് 0. എന്തുകൊണ്ടാ? ക്യാൻസൽ ദ എഫക്ട് ഈച്ച് അതർ അല്ലെ, ഈക്വൽ ആയിട്ടാണ് വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ഓക്കെ, അപ്പോ ഡൈപോൾ മൊമെന്റ് ഇതിന്റെയും എന്ത് എഴുതണം? 0 കേട്ടോ. ഇത് വരച്ചിട്ട് ഡൈപോൾ മൊമെന്റ് 0. റീസൺ നേരത്തെ എഴുതിയേക്കുന്ന പോലെ എഴുതിയാൽ മതി. എന്തായിരിക്കും? ക്യാൻസൽ ആയി പോകും കേട്ടോ, ഓർത്ത് നോക്കാം. ആ സ്റ്റേറ്റ്മെന്റ് തന്നെ ഇതിന് മറ്റേ 2ന് പകരം എന്ത് കൊടുക്കണം? 3 കൊടുക്കണം, അത്രേ ഉള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അത് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ ഡൈപോൾ മൊമെന്റ് 0, ഡൈപോൾ മൊമെന്റ് 0, ഡൈപോൾ മൊമെന്റ് 0. അപ്പൊ ഏതൊക്കെയായി? BF2, പിന്നെന്തായിരുന്നു? BF3 അല്ലെ, ഓർത്ത് നോക്കാം. BF2 ആൻഡ് BF3. ഓക്കെ, ഫാൻ ഓഫ് ചെയ്യണം.
ഇവിടെ കയറിയിരുന്നു. അപ്പൊ ശരിയാവും. അതെ, ഇതിന് നേരെ മുകളിൽ നല്ല ഉറക്കം, നേരെ തലയിൽ വന്നു ഇനി കുഴപ്പമുണ്ടാവില്ല കേട്ടോ. BF3. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് കണക്ട് ചെയ്യാണ്. NH3 ആൻഡ് NF3 വിച്ച് ഈസ് ഹൈ ഡൈപോൾ മൊമെന്റ് ആൻഡ് വൈ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതി വെച്ചു കേട്ടോ. ഇതിന്റെ താഴെ എക്സാമ്പിൾ 3 ആണ്, അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി വെക്കുക. NH3 and NF3 which is higher dipole moment and why? NH3 and NF3 which is higher dipole moment and why? Which is higher dipole moment and why? NH3 and NF3 which is higher dipole moment and why? ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഇത് എന്റെ റീസണിലേക്ക് നമുക്കൊന്ന് എടുത്ത് എഴുതാൻ പോവാണ് കേട്ടോ. അപ്പുറത്തെ ക്ലാസ്സിലെ പെൻ ഉണ്ടാവും, ഒന്ന് എടുത്തിട്ട് പോകാം കേട്ടോ. ഓക്കെ നോക്കാം. ഒരു റെഡ് അല്ലെങ്കിൽ ഗ്രീൻ ഉണ്ടാവും, ഒന്ന് എടുത്ത് കേട്ടോ. ആ ഫ്രണ്ടിൽ ഉണ്ടാവും കേട്ടോ. NH3 and NF3 which is higher dipole moment and why? അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ രണ്ട് ടേബിൾ ആയിട്ട് NH3 ഒരു ടേബിൾ, അടുത്ത NF3 നോക്കാം. ഇതാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് NH3 and NF3 കേട്ടോ. ഓർത്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് എന്താണ്, രണ്ടിലും എന്താണ് കോമൺ ആയിട്ട് ആരാ? നൈട്രജൻ ആണ് അല്ലെ. ഓർത്ത് നോക്കാം. അപ്പോ നൈട്രജൻ ആണ് മിഡില് നമുക്ക് വരക്കുന്നത്. നൈട്രജൻ ഉണ്ട്, ഇവിടെയും നൈട്രജൻ ഉണ്ട്. നമുക്ക് നോക്കാം. നൈട്രജന്റെ ആറ്റമിക് നമ്പർ എത്രയാ? ആറ്റമിക് നമ്പർ 7. വാലൻസ് ഇലക്ട്രോൺ 7 ആണെങ്കിൽ എങ്ങനെ എഴുതും? 2,5 അല്ലേ? 5. വാലൻസ് ഇലക്ട്രോൺ എത്രയുണ്ട്? 5. അവിടെ ഓർത്ത് നോക്കാം. 5 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ നൈട്രജൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് കണ്ടോ, ഹൈഡ്രജൻ കണ്ടോ. ഈ 3 ആൾക്കാർ ഹൈഡ്രജൻ ആണെന്ന് കരുതാം. അപ്പൊ ഇയാളെ വിളിച്ചിട്ട് പറയും നമുക്കൊന്ന് ഷെയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് ഇത് കണ്ടോ, ഇത് ആരുടെ ഇലക്ട്രോണാ? നൈട്രജൻ. ഇവിടെ ആരും ഇരിക്കണ ഹൈഡ്രജൻ കണ്ടോ. ഓർത്ത് നോക്കാം. ഹൈഡ്രജന്റെ സ്വന്തം ഇലക്ട്രോൺ കണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ബോണ്ട് എന്ന് വിളിക്കുന്നത്. അതുപോലത്തെ എത്ര ബോണ്ട് ഉണ്ട് അവർക്ക് കണ്ടോ. ഓർത്ത് നോക്കാം. ഇപ്പൊ എത്ര ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്തു? 3. ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 എണ്ണം അല്ലെ. 2. ഡൗട്ട് ഉണ്ടോ? ടോട്ടൽ 5. 5 - 3 2. ഡൗട്ട് ഇല്ല. ഓർത്ത് നോക്കാം. ആ 2 ഇലക്ട്രോൺസ് ഇനിയാണ് ലോൺ പെയർ എന്ന് പറയുക. എന്താ വിളിക്കുക? ലോൺ പെയർ. ലോൺ പെയർ റെപ്രസെന്റ് ചെയ്യാൻ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ കൊടുക്കും നമ്മൾ. ഓർത്ത് നോക്കാം. കണ്ടോ. ഓർത്ത് നോക്കാം. ലോൺ പെയർ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യൂല അല്ലെ. ഇത് കണ്ടു കഴിഞ്ഞാൽ നോക്കണ പോലെ തോന്നില്ല അല്ലെ. ഓർത്ത് നോക്കാം. ലോൺ പെയർ. അപ്പൊ ലോൺ പെയർ ഇങ്ങനെ വരക്കണം. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഓക്കെ. ഇനി NF3 ഇതുപോലെ വരച്ചു നോക്കാം. എങ്ങനെയായിരിക്കും? ഫ്ലൂറിൻ 1 2 3 2 ലോൺ പെയർസ് അല്ലെ. കണ്ടാൽ ഒരേപോലെ ഇരിക്കുന്ന സ്ട്രക്ചർ. പക്ഷേ ഇതിനാണ് ഡൈപോൾ മൊമെന്റ് കൂടുതൽ. നേരെ തിരിച്ചാണ് വരേണ്ടത് അല്ലെ. കാരണം ഫ്ലൂറിന് ചാർജ് കൂടുമ്പോൾ അതിനാണ് വരേണ്ടത്, പക്ഷെ ഇതിന് കൂടും. അതെന്തുകൊണ്ട്? അതാണ് ക്വസ്റ്റ്യൻ ഉണ്ടായേക്കുന്നത്. ഓക്കെ. അപ്പോ നമുക്ക് ഡൈപോൾ മൊമെന്റ് വരക്കാം. NH which is more electronegative. NH ആരായിരിക്കും? N ഉണ്ട് H ഉണ്ട്. which is more electronegative? N. എന്തുകൊണ്ടാ? വൈ? പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും, ഇൻക്രീസ് ചെയ്യും അല്ലെ. നമുക്കറിയാലോ ഏത് ഗ്രൂപ്പാ നൈട്രജൻ? 15 അല്ലേ. നൈട്രജൻ 15th ഗ്രൂപ്പാ അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൂടും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഗ്രീൻ ലൈനിൽ വരക്കുന്നതാണ് ഡയറക്ഷൻ. നോക്കുക, ഡയറക്ഷൻ ഓർത്ത് നോക്കാം. ഇനി ഓർത്ത് നോക്കുക, ലോൺ പെയർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആണല്ലോ എല്ലാത്തിനേക്കാളും കൂടുതലായിട്ട് അല്ലെ. ഇലക്ട്രോണിന്റെ ചാർജ് എന്തായിരുന്നു? ഇലക്ട്രോണിന്റെ ചാർജ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇലക്ട്രോൺ. പ്രോട്ടോണിന്റെ ചാർജ് പണ്ട് മുതലേ അറിയാവുന്നതാണ്. അപ്പോ ഇലക്ട്രോൺ എന്തായാലും നെഗറ്റീവ് ആണ് എല്ലാത്തിനേക്കാളും. അതുകൊണ്ട് ഡയറക്ഷൻ ഇങ്ങനെ ഓർത്ത് നോക്കാം. ഇപ്പൊ ടോട്ടൽ നോക്കി ഏകദേശം ഏത് ഡയറക്ഷനിലേക്കാണ്? മുകളിലേക്കല്ലേ. ഓർത്ത് നോക്കാം. അങ്ങനെ വരുമ്പോൾ ഈ ഡൈപോൾ മൊമെന്റ് ഇതുണ്ട്, റിസൾട്ടന്റ് ഡൈപോൾ മൊമെന്റ്. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് റിസൾട്ട്. ഇതിന് ടോട്ടൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഒരു
ചെയർ ഉണ്ട് അല്ലെ, ഓർത്ത് നോക്കാം. ഈ ചെയർ, ആ ചെയറിന് നിങ്ങൾ 3 പേര് അല്ലെ അവിടെ ഫോഴ്സ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നു. ഞാനും ഇത് ഇങ്ങനെ പിടിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ ഏകദേശം ഇങ്ങോട്ട് തന്നെ വരും അല്ലെ, ഓർത്ത് നോക്കാം. അതിന് പകരം ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്ന എന്ത് വരും? നിങ്ങൾ 3 പേര് അങ്ങോട്ട് പിടിച്ചു വിളിക്കുന്നു, ഞാൻ ഇങ്ങോട്ട് പിടിച്ചു വിളിക്കുന്നു. എന്ത് പറ്റും? അങ്ങോട്ട് പോകും അല്ലെ. എന്നാലും എന്താണ് ആക്ച്വലി പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല അല്ലെ. ഞാനും തുറക്കും. അതാണ് അടുത്ത കേസിൽ വരാൻ പോണേ. ഇവിടെ നോക്കിയേ, എന്നും എഫും ആരായിരിക്കും ഡയറക്ഷൻ വരുന്നത്? നൈട്രജൻ ആൻഡ് ഫ്ലൂറിൻ വിച്ച് ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. എന്തായിരിക്കും? നൈട്രജൻ ആൻഡ് ഫ്ലൂറിൻ വിച്ച് ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്? ഫ്ലൂറിൻ അല്ലെ. വെരി ഗുഡ്. എന്തായിരുന്നു? പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒക്കെ മുമ്പായിട്ട് അല്ലെ, മറ്റേ പോളി സ്കെയിൽ അല്ലെ, ഓർത്ത് നോക്കാം. അതില് ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എന്തായിരുന്നു? ഫ്ലൂറിൻ അല്ലെ, ഓർത്ത് നോക്കാം. അങ്ങനെ ആയതുകൊണ്ട് അയാള് കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഫ്ലൂറിൻ ആണോ ഡയറക്ഷൻ. എന്തിന്റെ അടുത്തേക്ക് പോകണം? കൂടുതൽ ഇലക്ട്രോനെഗറ്റീവിന്റെ അടുത്തേക്ക് വേണം ഉണ്ടോ, ഓർത്ത് നോക്കാം. ഇനി നൈട്രജൻ ആൻഡ് ഇലക്ട്രോണിലേക്ക് വരും അല്ലെ, ഓർത്ത് നോക്കാം. അല്ലെ, റിസൾട്ടന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, എന്തായാലും 3 പേര് താഴത്തോട്ട് വിളിച്ചാൽ താഴേക്ക് പോകുള്ളൂ. പക്ഷെ അത്ര ഈസി ആയിട്ട് പോരൂല അല്ലെ. അതാണ് റിസൾട്ടന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരക്കുന്നത്. റിസൾട്ടന്റ് എന്ന് പറയുന്നത് ചെറുതായിട്ട് ഇങ്ങനെ വരയ്ക്കും. ഇതിന്റെ റിസൾട്ടന്റ് ഇതാണ്, താഴെ കണ്ട ഡയറക്ഷൻ വരുന്നത്. പക്ഷെ ആരായിരിക്കും നല്ല സ്പീഡിൽ പോകുന്നത്? കണ്ടോ, മുകളിലേക്ക് അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ ഇത് ഹയർ ആണ്, ഇത് ഇൻക്രീസ് ചെയ്യും, മറ്റെന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതാണ് വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നല്ല ഭംഗിയായിട്ട് പിക്ചർ അങ്ങ് വരച്ചേ. എന്നിട്ട് ഇതിന്റെ താഴെ നമുക്ക് പോയിന്റ്സുകൾ എഴുതണം കേട്ടോ. 1 പോയിന്റ്സ് എഴുതണം. അതിന് സ്പേസ് വേണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഈ 2 പിക്ചർ, ഈ പിക്ചറിന്റെ താഴെ നമുക്ക് പോയിന്റ്സ് എഴുതാനുണ്ട്. ഡൈപോൾ കേട്ടോ, അതൊക്കെ നമുക്ക് താഴെ എഴുതണം. ആദ്യം പിക്ചർ വരക്കണം കേട്ടോ. ഞാൻ വരച്ചു ആ കുട്ടി. വീട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ കളറൊക്കെ കൊടുത്തിട്ടൊക്കെ ചെയ്യാൻ നോക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കുറച്ച് കഴിയുമ്പോൾ ഒരു ബോണ്ട് ഉണ്ട്, പിന്നെ അതിന് മുകളിൽ കൂടി ആരോ കൂടി ഇതിനെ കൊടുത്തതെന്നൊക്കെ ചോദിക്കും പിന്നെ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവുന്ന രീതിയിൽ നല്ല ഭംഗിയിലൊക്കെ വരക്കാൻ നോക്കണം കേട്ടോ. എഴുതിയോ? ഇനി എഴുതിക്കോ എന്റെ താഴെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാ. ഇത് വരച്ചല്ലേ, ഇത് വരച്ചു കഴിഞ്ഞാൽ എല്ലാവരും കേട്ടോ. എന്റെ താഴെ എഴുതി വെക്കുക 3 THRE തന്നെ എഴുതണം കേട്ടോ. 3 വേർഡിൽ എഴുതണം കേട്ടോ. 3 ബോണ്ട് പെയർ ഡൈപോൾ. 3 ബോണ്ട് പെയർ ഡൈപോൾ. 3 ബോണ്ട് പെയർ ഡൈപോൾ. NH-യുടെ താഴെ കേട്ടോ, NH-യുടെ താഴെയായിട്ട് 3 ബോണ്ട് പെയർ ഡൈപോൾ. ആരാണ് ഈ ബോണ്ട് പെയർ ഡൈപോൾ? നോക്കിയേ, N-ഉം H-ഉം തമ്മിലാണ് അല്ലെ, ഓർത്ത് നോക്കുക. NH കേട്ടോ. 3 ബോണ്ട് പെയർ ഡൈപോൾ NH ബോണ്ട്. ഇങ്ങനെ എഴുതണം കേട്ടോ. NH 3 ബോണ്ട് പെയർ ഡൈപോൾ NH ബോണ്ട് arranged 3 bond pair dipole NH and 1 lone pair dipole. 1 lone pair dipole and 1 lone pair dipole. ONE തന്നെ എഴുതണം കേട്ടോ. 1 ONE 1 lone pair dipole arranged in, എങ്ങനെയാണ് അറേഞ്ച്മെന്റ് ചെയ്തേക്കണം എന്ന് പറഞ്ഞേ. ഇതാണ് ലോൺ പെയർ ഡൈപോൾ. ഇതിനെയാണ് ബോണ്ട് പെയർ ഡൈപോൾ എന്ന് വിളിക്കുന്നത്. അറേഞ്ച്ഡ് ഇൻ ഏത് ഡയറക്ഷനാ? സെയിം ഡയറക്ഷൻ.
arranged in a same direction. Arranged in a same direction. Arranged in a same direction. Full stop. Therefore, dipole moment increases. Therefore, dipole moment increases. ഏതാ? ഫസ്റ്റ് പോയിന്റില് കേട്ടോ, ഓർത്ത് നോക്കാം. NF3 വ്യത്യാസം ഉണ്ടല്ലോ, സെയിം തന്നെ വ്യത്യാസം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ക്ലിയർ ആയിട്ട് എഴുതി വെക്കുക. Therefore, dipole moment increases. ഇനി ഇവിടെയും അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കൊണ്ടുവരുന്നത്. 3 bond pair dipole എന്തായിരിക്കും? NF. 3 bond pair dipole NF. 3 കേട്ടോ, ഫുൾ ആയിട്ട് എഴുതണം, THRE. ബോണ്ട് പെയർ ഫുൾ ആയിട്ട് എഴുതണം. ബോണ്ട് പെയർ ഡൈപോൾ NF ആൻഡ് എന്തായിരിക്കും? 1 ലോൺ പെയർ ഡൈപോൾ അറേഞ്ച്ഡ് ഇൻ എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ എഴുതിക്കോ കേട്ടോ. അറേഞ്ച്ഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. Arranged in opposite direction. Arranged in opposite direction. Therefore, dipole moment decreases. Therefore, dipole moment decreases. Therefore, dipole moment decreases. 3 bond pair bracket NF bond and 1 lone pair dipole arranged in opposite direction. Opposite direction. Full stop. Therefore, dipole moment decreases. Therefore, dipole moment decreases. Comparatively decrease ചെയ്യാന്നാണ് അതിന്റെ മീനിങ് കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗീവ് റീസൺ ക്വസ്റ്റൻ ആണ്. പരമാവധി നല്ല ഭംഗിയിൽ പിക്ചർ വരച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ, ഓർത്ത് നോക്കാം. എന്തുകൊണ്ട് ഈ ലോൺ പെയർ വന്നു എന്നൊക്കെ മനസ്സിലായല്ലോ. എങ്ങനെ കിട്ടിയത്? നൈട്രജൻ ഔട്ടർമോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5. അതിൽ 3 ഹൈഡ്രജൻ കൊടുത്തു അല്ലെ. ബാക്കിയുള്ളതിനെയാണ് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്താ? ലോൺ പെയർ കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ്, ഇനി നമുക്ക് ഇതിനൊരു റൂളൊക്കെ ഉണ്ട്, ഫജൻസൺ റൂൾ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ചില സ്കൂളിൽ അത് എടുക്കാറില്ല, പക്ഷെ ടെക്സ്റ്റ് ബുക്കിലുള്ളതുകൊണ്ട് നമുക്ക് എടുക്കേണ്ടി വരും കേട്ടോ, ഓർത്ത് നോക്കാം. ഒന്ന് എഴുതി വെച്ചു. സ്പെല്ലിംഗ് പറയാം കേട്ടോ. FAJANS. FAJANS. ഫജൻസ് റൂൾ. ഫജൻസ് റൂൾ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ഓർത്ത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് 3 സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് പോയിന്റ്, the smaller the size of cation, the smaller the size of cation, the smaller the size of cation, the smaller the size of cation and the larger the size of anion, and larger the size of anion, comma, the greater the covalent character of, the greater the covalent character of an ionic bond. Repeat here. The smaller the size of the cation and the larger the size of the anion, comma, the greater the covalent character of an ionic bond. The greater the covalent character of an ionic bond. The greater the covalent character of ionic bond. അപ്പൊ എന്താണ്? കാറ്റോണിന്റെ സൈസ് എങ്ങനെയായിരിക്കണം എന്നാ പറയണേ? ചെറുതായിരിക്കണം. ആനിയോണിന്റെ സൈസ് വലുതായിരിക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ ആയാൽ അയണിക് ബോണ്ടിന്റെ ക്യാരക്ടർ, കോവാലൻ ക്യാരക്ടർ ഓഫ് അയണിക് ബോണ്ട്, കോവാലൻ എന്ന് പറഞ്ഞാൽ എന്താ? ഷെയർ ചെയ്യുന്നു. അതെന്ത് ചെയ്യും? കൂടും. മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയാം. HCl ആൻഡ് HI. H രണ്ട് അടുത്ത് എന്താണ്? കാറ്റയോൺ. H+നെ നമ്മൾ എന്ത് വിളിക്കും? കാറ്റയോൺ. Cl- എന്ത് വിളിക്കും? ആനിയോൺ. അപ്പോ Hന് അല്ലെ ഡൊണേറ്റ് ചെയ്യാനും Cl എന്താണ്? അത് ചെയ്യാനും. പക്ഷെ അവര് നമ്മൾ ഷെയർ ചെയ്യാണ് ആക്ച്വലി വരുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. H+ ആൻഡ് Cl- എന്ന് പറയുന്നത് കേട്ടോ. ഇയാള്
എച്ച് ആണ്, ഞാൻ എന്താണ് Cl ആണ് കേട്ടോ. ഓർത്ത് നോക്കുക. എന്നിട്ട് ഈ ബുക്ക് ഷെയർ ചെയ്യാൻ വരാണ്, നമ്മളൊക്കെ രണ്ടുപേർക്കും കൂടി ഈ ബുക്ക് വാങ്ങിച്ചേക്കാണ്. എന്നിട്ട് ഞാൻ നോക്കണ സമയത്ത് ഞാൻ പിടിച്ച് വലിക്കും, താൻ പിടിക്കുന്നത് തരുന്നില്ല, ഞാൻ വലിച്ചോണ്ട് അങ്ങനെ ചെയ്താൽ പറ്റും? താൻ തരുമോ? ഇല്ല. ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടല്ലേ എന്നേക്കുന്നത്. താൻ നോക്കും, പക്ഷെ എപ്പോഴും ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ തനിക്കൊരു വിഷമമാണ് ആക്ച്വലി. ഞാൻ കൊടുത്താനേ, പക്ഷെ അയാൾ വെറുതെ ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും അല്ലെ. അങ്ങനെ വരും. ആ ഒരു പുള്ള ഫോഴ്സിൽ വരുമ്പോ ഇത് ഓൾറെഡി ഞാൻ വാങ്ങിച്ചത് അയണിക് ബോണ്ടായി. കോവാലൻ ക്യാരക്ടർ ഓഫ് അയണിക് ബോണ്ട്, ആ വേർഡ് ആവുന്നത്. വാട്ട് യു മീൻ കോവാലൻ? ഷെയറിങ്. ഷെയർ ചെയ്യുമ്പോ തന്നെ അതിന് എന്ത് വരുന്നുണ്ട്? ഒരു എന്ത് വരുന്നു അല്ലെ? ഓർത്തോ, അയണിക് ബോണ്ടിനുള്ള ഒരു ക്യാരക്ടേഴ്സ് വരും. അപ്പൊ HCl-ഉം HI കൊടുത്താൽ മോർ അയണിക് ഏതായിരിക്കും? HI. കാരണം എന്താ? I എന്ന് പറയുന്നത് ആനയോൺ. ആനയോണിന്റെ സൈസ് എന്ത് ചെയ്യും? കൂടും. എങ്ങനെ കൂടുന്നു മനസ്സിലായി? ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് ഇൻക്രീസസ്. വെരി ഗുഡ്. കണ്ടോ, ആ ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് കോവാലൻ ക്യാരക്ടർ ഓഫ് അയണിക് ബോണ്ട് കൂടി അല്ലെ. ഓർത്ത് നോക്കാം. ഇനി നമുക്ക് നോക്കാം NaCl KCl എന്തായിരിക്കും? ഏതിനായിരിക്കും? NaCl KCl അങ്ങനെ വരികയാണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? അയണിക് ബോണ്ടാണ് രണ്ടും, എന്നാൽ പോലും അതിൽ ഏതിനായിരിക്കും കുറച്ചും കൂടി പ്രയോറിറ്റി? കണ്ടോ, അവിടെ കാറ്റയോൺ ഏതാ? Na+, K+. അതിൽ ഏറ്റവും സൈസ് കൂടുതൽ ആരാ? K+ ആണ് അല്ലെ. ഓർത്ത് നോക്കുക. Na+-നായിരിക്കും കൂടുതൽ അയണിക്. കണ്ടോ, എന്തുകൊണ്ടാ? കാറ്റയോണിന്റെ സൈസ് എങ്ങനെയായിരിക്കണം? കുറയണം. ആനയോണിന്റെ സൈസ് എന്തായിരിക്കണം? കൂടും. മീനിങ് മനസ്സിലായോ ശരിക്കും? കേട്ടോ, ഓർത്ത് നോക്കുക. കാറ്റയോണിന്റെ സൈസ് ആനയോണിന്റെ സൈസ് ഓർത്ത് നോക്കുക. Then next, second point. The greater the charge on the cation, എന്ന് പറയുമ്പോൾ എന്ത് ഓർത്ത് നോക്കണം? Na+, അതുപോലെ Mg2+. ആർക്കാ കൂടുതൽ ചാർജ്? Mg2+ ഉണ്ടോ? രണ്ടെണ്ണം. അങ്ങനെ വരെ മനസ്സിൽ കാണണോട്ടോ. The greater the charge on the cation, കാറ്റയോണിന്റെ ചാർജ് കൂടാന്ന് പറഞ്ഞാൽ മനസ്സിലായോ? Na+, അതിനേക്കാളും കൂടുതൽ Mg2+, Al3+, അങ്ങനെ ചാർജ് കൂടും. The greater the charge on the cation, the greater the covalent character of the ionic bond. The greater the covalent character of the ionic bond. The greater the covalent character of the ionic bond. The greater the charge on the cation, the greater the covalent character of the ionic bond. The next, third point ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. The polarizing power of the cation. Third point, the polarizing power of the cation. The polarizing power of the cation, the polarizability of the anion. The polarizability of the anion. The polarizing power of the cation, the polarizability of the anion. രണ്ടും ഒരേ സ്റ്റേറ്റ് തന്നെയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ചാർജ് എന്നാണ് സിമ്പിൾ ആയിട്ട് ഓർത്ത് നോക്കുക കേട്ടോ. ആനിയോൺ and the extent of the polarizability of the anion. നമ്മൾ ആദ്യത്തെ രണ്ട് പോയിന്റിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ് കേട്ടോ. ഓർത്ത് നോക്കാം. polarizability of the anion and the extent of polarization are the factors. അപ്പോൾ നേരത്തെ എഴുതിയിരിക്കുന്ന ആ രണ്ട് പോയിന്റ് കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഇതാണ് മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറയാണ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലിയർ ആയിട്ട് ഒന്ന് ഓർത്ത് വെക്കണം. ഇനി നെക്സ്റ്റ് ഹെഡിങ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഹെഡിങ് ആണ് VSEPR തിയറി. ക്യാപിറ്റലില് അത് എഴുതണം, അതിന്റെ ഫുൾ ഫോം എഴുതണം കേട്ടോ. VSEPR തിയറി ക്യാപിറ്റൽ ലെറ്റർ എഴുതണം കേട്ടോ. VSEPR തിയറി. VSEPR തിയറി അതിന്റെ ഫുൾ ഫോം എഴുതിയേ കേട്ടോ. VSEPR തിയറി എന്ന് എഴുതിയിട്ട് വാലൻസ് ഷെൽ കേട്ടോ, വേഗം എഴുതുക കേട്ടോ. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ
റിപ്പൽഷൻ തിയറി. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. എന്നിട്ട് VSEPR തിയറിയുടെ പോസ്റ്റുലേഷൻസ് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു 6 പോസ്റ്റുലേഷൻ കൊടുത്തിട്ടുണ്ട് വലിയതായിട്ട്. അതിന്റെ ഏറ്റവും ഷോർട്ട് ഫോം ആണ് നമ്മൾ എഴുതുന്നത്. നിങ്ങൾക്ക് ആ തിയറി ആയിട്ട് ചോദിക്കില്ല, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്യാനാണ് ചോദിക്കുക. കാരണം നിങ്ങൾ 10th അല്ല, നിങ്ങൾ 11th and 12th എത്തുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, ഇതിന്റെ ഈ കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ച് എടുത്ത് അത് അപ്ലൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിൽ ഉണ്ടാവുള്ളൂ. ബുക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷെ ഈ തിയറി അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ തിയറിയുടെ മെയിൻ പോയിന്റ്സ് മാത്രമാണ് നമ്മൾ എഴുതാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. ഫസ്റ്റ് പോയിന്റ് കേട്ടോ, 6 പോയിന്റ്സ് ഷോർട്ട് ആക്കി എഴുതാണ്. ഫസ്റ്റ് പോയിന്റ്, the shape of molecule depends upon the number of valence electron around the central atom. Number of valence electron around the central atom. Valence electron around the central atom. Bracket എഴുതി വെക്കുക. ബോണ്ട് പെയർ ഓർ ലോൺ പെയർ. ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടതല്ലേ, ഇതാണ് ബോണ്ട് പെയർ. എത്ര ഉണ്ടോ? രണ്ടെണ്ണം വെച്ച് ബോണ്ട് പെയർ ഓർ ലോൺ പെയർ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ബോണ്ടഡ് ആൻഡ് നോൺ ബോണ്ടഡ് എന്നാണ്. അതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് ബോണ്ട് പെയർ BP ആൻഡ് ലോൺ പെയർ LP കേട്ടോ, അങ്ങനെ ഓർത്തു വെച്ചാലും മതി. ബോണ്ട് പെയർ ആൻഡ് ലോൺ പെയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം കേട്ടോ, ഓർത്തു വെക്കാം. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കാം. പെയർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ വാലൻസ് ഷെൽ റിപ്പൽ വൺ അനദർ. പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ഷെൽ റിപ്പൽ വൺ അനദർ. സെക്കൻഡ് പോസ്റ്റുലേഷൻ ആണ്. പെയർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ വാലൻസ് ഷെൽ റിപ്പൽ വൺ അനദർ. റിപ്പൽ വൺ അനദർ. Pair of electrons in the valence shell repel one another. Third point എഴുതി വെക്കാം. അടുത്ത ലൈനിൽ minimize repulsion. Third point, minimize repulsion and thus maximize distance between them. Minimize repulsion and thus maximize distance between electron pair. Distance between electron pairs. Minimize repulsion and thus maximize distance between electron pairs. Third point കഴിഞ്ഞു. Fourth point എഴുതി വെക്കാം. The electron pair localizing on the spherical surface. Localizing on the spherical surface at maximum distance from one another. The electron pair localizing on the spherical surface at maximum distance from one another. Maximum distance from one another. Fifth point, a multiple bond is treated as a
സിംഗിൾ സൂപ്പർ പെയർ മൾട്ടിപ്പിൾ ബോണ്ട് ട്രീറ്റഡ് ആസ് എ സിംഗിൾ സൂപ്പർ പെയർ. സൂപ്പർ പെയർ മൾട്ടിപ്പിൾ ബോണ്ട്. മൾട്ടിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. അതിനൊക്കെ എന്തായിട്ട് എടുക്കുള്ളൂ? അവര് ഒറ്റ പെയർ ആയിട്ട് എടുക്കുള്ളൂ. അതിന് സിംഗിൾ സൂപ്പർ പെയർ ട്രീറ്റഡ് ആസ് എ സിംഗിൾ സൂപ്പർ പെയർ. സിംഗിൾ സൂപ്പർ പെയർ. സിംഗിൾ സൂപ്പർ പെയർ. മൾട്ടിപ്പിൾ ബോണ്ട് ട്രീറ്റഡ് ആസ് എ സിംഗിൾ സൂപ്പർ പെയർ. Then next, last point ആയിട്ട് എഴുതുക. The repulsive interaction of electron pair. The repulsive interaction of electron pair decreasing in the order. The repulsive interaction between electron pair. The repulsive interaction between electron pair in decreasing order എന്ന് പറഞ്ഞിട്ട് ആദ്യത്താണ് LP. ഇതിന്റെ മീനിങ് എന്താ? ലോൺ പെയർ റിപ്പൾഷൻ കേട്ടോ, ഓർത്ത് വെക്കുക. ഇത് ലേറ്റർ ആണ്. അത് കഴിഞ്ഞാൽ ലോൺ പെയർ, പിന്നെന്താ വരുന്നത്? ബോണ്ട് പെയർ. LPBP എന്ന് പറഞ്ഞാൽ എന്താ? ലോൺ പെയർ, ബോണ്ട് പെയർ. ഇനി ഏറ്റവും കുറവ് റിപ്പൾഷൻ ആർക്കാ? ബോണ്ട് പെയർ BPBP. LPLP, LPBP, BPBP. ഈ ചാപ്റ്ററിന്റെ ഏറ്റവും കോർ ഇമ്പോർട്ടന്റ് ഏരിയ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, ഓർത്ത് നോക്കാം. ഈ കൺസെപ്റ്റ് പോസ്റ്റേഷൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറെ എക്സാമ്പിൾസ് വരും. ടെക്സ്റ്റ് ബുക്കിൽ വലിയ 2 ടേബിൾ അത് കാണാൻ പഠിച്ചോളാം പറയും സ്കൂളിൽ. ഇനി അതെന്തുകൊണ്ടാണ് എന്നുള്ള ലോജിക്കൊന്നും ഭയങ്കര ഭംഗിയായിട്ടൊന്നും ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇത് 2 സ്കൂളിൽ ഇത് ചിലപ്പോൾ എടുക്കുക, എന്നിട്ട് പറയും ഈ ടേബിൾ കാണാതെ പഠിച്ചു പോകും. ഈ ടേബിൾ വെച്ചിട്ടാണ് ഇതിലെ ഹൈബ്രിഡൈസേഷനും ബാക്കി കാര്യങ്ങളും എല്ലാം വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇവിടെ നിന്ന് ഈ തുടങ്ങുന്ന ഇത്രയും പോസ്റ്റേഷൻ പറഞ്ഞിട്ട് നേരെ ഇതിലേക്ക് അങ്ങ് പോകും, എന്നിട്ട് നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറയും. ഇത് മുഴുവൻ പഠിക്കണം, വിത്ത് ആംഗിൾസ് അടക്കം സർവത്ര പഠിക്കണം. ഇനി ഇതല്ലാതെ വേറെയും ചോദിക്കും. ഇതാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് പഠിക്കാനൊരു ലോജിക്ക് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്ത് പഠിക്കുന്ന രീതിയിലാണ് കൊണ്ടുവരുന്നത്. അപ്പോ നമുക്ക് ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് പോകണം. എങ്ങനെ ഈ തിയറി ഉണ്ടായി? നിങ്ങളാണ് സയന്റിസ്റ്റ് എന്ന് ഇമാജിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ സാധാരണ രീതിയിൽ ആലോചിക്കണം. ആ സയന്റിസ്റ്റിന്റെ പോലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ക്ലിയർ ആവില്ല. നമ്മൾ വാട്ടർ ഒക്കെ എടുത്തിട്ട് അതിന്റെ പല സ്റ്റഡിയൊക്കെ ചെയ്തപ്പോൾ നല്ല ഭംഗിയുള്ള സ്ട്രക്ചർ, വെള്ളമൊക്കെ ഇല്ലേ, വെള്ളത്തിന്റെ ഒരു ഒഴുക്കുള്ളൊക്കെ എടുക്കുമ്പോൾ ട്രയാങ്കിൾ പോലെയൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷേപ്പ് വരുന്നു. വെള്ളത്തിന്റെ ബെൻഡ് എന്നാണ് വിളിക്കുന്നത്, എന്നാലും ഭംഗിയുണ്ട് ഇതിനെ കാണാനായിട്ട്. അങ്ങനെ ഓരോ മോളിക്യൂളിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ മോളിക്യൂളിനൊക്കെ നല്ല ഭംഗിയുള്ള പിരമിഡിലേക്ക് പോലെ ഷേപ്പ്. പിരമിഡിൽ കേട്ടല്ലേ, ഈജിപ്തിലെ പിരമിഡ് അല്ലേ, ഓർത്ത് വെക്കാം. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ആ ഈജിപ്തിൽ അവർ അങ്ങനെ ഉണ്ടാക്കിയത്? അവർക്ക് വല്ല സ്ക്വയറോ ഒക്കെ ഉണ്ടാക്കാറുന്നില്ല. അതിനൊക്കെ റീസൺ ഉണ്ട് കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോൾ ഇൻ കേസ് ഈ മോളിക്യൂളിന്റെ ഉള്ളിൽ വന്നപ്പോൾ നല്ല ഭംഗിയുള്ള ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പ് എങ്ങനെ ഉണ്ടായി? അതിനൊരു തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ ഒരു കാരണം ഉണ്ടാവുമല്ലോ. ആ റീസൺസിലേക്ക് പോയപ്പോഴാണ് ഈ പറയുന്ന തിയറി ഉണ്ടായത്. അപ്പൊ ആ തിയറിയിലെ പോസ്റ്റുലേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇപ്പൊ നിങ്ങൾ എഴുതിയേക്കുന്ന ഈ 6 പോസ്റ്റുലേഷൻസിൽ ആദ്യം VSEPR തിയറിയുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഓഫ് മോളിക്യൂൾ ആണ്. എന്താ ഓർത്ത് നോക്കണ്ടേ? ഷേപ്പ്. ആ വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഷേപ്പ് മാത്രം അണ്ടർലൈൻ ചെയ്യാം. ഷേപ്പ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ ഷേപ്പ് എന്നുള്ളൊരു വേർഡ് ഉണ്ട്, ആ വേർഡ് മാത്രം പുറത്തു വെക്കാം, ഷേപ്പ്. സെക്കൻഡ് പോയിന്റിൽ എന്താ പറയുന്നേ? അല്ലെ, അപ്പൊ ഇലക്ട്രോൺസുകൾ തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും അല്ലെ, ഓർത്ത് വെക്കാം. ആ റിപ്പൽ എന്നുള്ള വേർഡ് മാത്രം അണ്ടർലൈൻ ചെയ്യാം. റിപ്പൽ, വേറൊന്നും വേണ്ട. റിപ്പൽ ഓഫ് ഇലക്ട്രോൺ, റിപ്പൽ ഓഫ് ഇലക്ട്രോൺ, റിപ്പൽ ഓഫ് ഇലക്ട്രോൺ എന്നുള്ളൊരു വേർഡ് ഉണ്ട്. ഇലക്ട്രോൺ, റിപ്പലും ഇലക്ട്രോണും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ VSEPR തിയറിയുടെ റീസൺ എന്താ? ഷേപ്പ് ആണ് അല്ലെ. ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തിയറി ഉണ്ടായത്. ആ തിയറിയിൽ ഷേപ്പ് ഉണ്ടാകാനായിട്ടുള്ള കാരണം പറയുന്നത് ഇലക്ട്രോൺസുകൾ തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ഈച്ച് അതർ. അങ്ങനെ റിപ്പൽഷൻ വന്നാൽ എന്ത് ചെയ്യും? അതാണ് കൊണ്ടുവരുന്നത്. ശ്രദ്ധിക്കുക, ഈ റിപ്പൽഷൻ കഴിയുമ്പോൾ അവർ പറയാണ് മിനിമൈസ് റിപ്പൽഷൻ, മാക്സിമൈസ് ഡിസ്റ്റൻസ്. മിനിമൈസ് റിപ്പൽഷൻ, മാക്സിമൈസ് ഡിസ്റ്റൻസ്. ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് എന്താണ് ആക്ച്വലി
ഇടിയാണ്, ഭയങ്കര ബഹളമാണ്, ആക്ച്വലി അങ്ങനെ പ്രശ്നമാണെന്ന് തോന്നുകയാണ്. താനാണ് ടീച്ചറെങ്കിൽ എന്ത് ചെയ്യും നോർമലി അല്ലെ, വേറെ ഒന്നും ചീത്തയൊന്നും പറയൂല അല്ലെ, അങ്ങനത്തെ നല്ലൊരു ടീച്ചർ ആണെങ്കിൽ എന്ത് ചെയ്യും അല്ലെ, ഇവർ രണ്ടുപേരും ഇയാളെ ഇവിടെ നിർത്തുന്നു, മറ്റേയാളെ ഏറ്റവും അറ്റത്ത് കൊണ്ട് നിർത്തുന്നു അല്ലെ, പുറത്തു നോക്കുക, രണ്ടുപേരും എന്താണ് മാക്സിമൈസ് ഡിസ്റ്റൻസ് കൊടുക്കും. അപ്പോൾ എവിടെയായാലും റിപ്പൾഷൻ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല പരിപാടി എന്താ, ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, കൂട്ടുക. അപ്പൊ മിനിമൈസ് റിപ്പൾഷൻ, മാക്സിമൈസ് ഡിസ്റ്റൻസ്, ഇതാണ് കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് ഇത്രയും വേർഡുള്ളൂ, ഇത് വെച്ചിട്ടാണ് ഈ എല്ലാ മോളിക്യൂൾ ഉണ്ടാക്കണേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് ഇതിന്റെ മോളിക്യൂൾസിന്റെ ഷേപ്പ് ഉണ്ടാക്കുന്നത്. ആ റീസൺ വെച്ച് പഠിക്കുകയാണെങ്കിൽ കിട്ടണം കേട്ടോ. ഓർത്ത് നോക്കാം. ആദ്യത്തത് അവിടെ നിന്ന് തുടങ്ങാം കേട്ടോ, ബാക്കിൽ താൻ പറയാം കേട്ടോ. ഓർത്ത് നോക്കാം. അടുത്ത ആൾ അടുത്തത് കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ അങ്ങനെ ഓരോ ലെയർ ആയിട്ട് കയറി വരാം കേട്ടോ, ഓരോരോ റോ ആയിട്ട് നമുക്ക് കയറി വരാം. അത് കഴിഞ്ഞിട്ട് ഓൺലൈനിലുള്ള ആൾക്കാർക്കും പറയാനായിട്ട് വരാം കേട്ടോ. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ഇപ്പൊ നിങ്ങൾ ഒന്നും എഴുതണ്ട കേട്ടോ. ഓർത്ത് നോക്കാം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. BeF2 നമ്മൾ കുറച്ച് നേരത്തെ മുമ്പ് എഴുതിയതാണ്. BeF2 എന്ന് പറയുന്നത് അല്ലെ, BeF2. ഇവിടെ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുക, ഈ ബെർലിയം ഇതിങ്ങനെയാണ് ഷേപ്പ് വരച്ചത് കുറച്ച് നേരത്തെ മുമ്പ് കേട്ടോ. ഓർത്ത് നോക്കാം. ഇയാളാണ് പറയുന്നത് ബെർലിയം ആണ് താനെന്ന് വിചാരിക്കുക. താൻ എന്താണ് ബെർലിയം ആണ് ആക്ച്വലി. തനിക്ക് 2 ഫ്ലൂറിൻ കിട്ടുകയാണ്. 360 3D ആലോചിക്കണം താൻ. 3D എന്ന് പറയുമ്പോൾ എത്ര വരും ടോട്ടൽ? 360 വരും. 3D എന്ന് പറഞ്ഞാൽ 360. ആംഗിളുകളൊക്കെ XYZ ഒക്കെ ആയിട്ടൊക്കെ കൊടുക്കാം അല്ലെ. ഓർത്ത് നോക്കാം. ആ 360യിൽ തിന്നിട്ട് താൻ എന്ത് ചെയ്യും, 2 ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം, 360 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 180. 180യിൽ ഒരു ആംഗിളിൽ ഇത് പിടിച്ചാൽ കിട്ടുന്നതാണ്. ഇതിന്റെ ആംഗിൾ എത്രയായിരിക്കും? 180. അപ്പോ ഇതിന്റെ പേരെന്തായിരുന്നു? ലീനിയർ. ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും? 180. ഓക്കെ അല്ലേ? അടുത്ത ആള് ഇവിടെ നോക്കാം. BF3 3D ആലോചിക്കണം അല്ലെ. ഇപ്പോ ബെർലിയം ടോട്ടൽ എത്ര ഡിഗ്രി ഉണ്ട്? 360 ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടും? 120. 360 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ എത്ര കിട്ടും? 120. 120 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാല് അറിയാം, ട്രയഗണൽ പ്ലാനർ. ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. എന്റെ ട്രയാങ്കിൾ അല്ല, കുറച്ചും കൂടി ഈക്വൽ ഒക്കെ ആയിരിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. ഇതിന്റെ എല്ലാത്തിന്റെയും ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും? 120. ഇത് എത്രയായിരിക്കും? 120. ഇത് എത്രയായിരിക്കും? 120. അപ്പൊ ഇതിന്റെ പേര് ട്രയഗണൽ പ്ലാനർ. ട്രയഗണൽ അല്ലേ? പ്ലാനർ എന്ന് പറഞ്ഞാൽ മീനിങ് 3D അല്ല, ഒരു പ്ലെയിനിലാണ് കേട്ടോ. അപ്പൊ ഒരു പ്ലെയിനിലാണെങ്കിൽ അപ്പൊ എന്ത് കൊടുക്കണം? ട്രയഗണൽ പ്ലാനർ. അവിടെ ഓർത്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് എന്തായിരുന്നു? BeF2. ഷേപ്പ് എന്തായിരുന്നു? ലീനിയർ. ബോണ്ട് ആംഗിൾ എത്രയാണ്? സെക്കൻഡ് എന്തായിരുന്നു? BF3 എന്തായിരുന്നു? ട്രയഗണൽ പ്ലാനർ. ബോണ്ട് ആംഗിൾ എത്രയാ? 120. ഇനി അടുത്തത് ആള് പറയാൻ പോവാണ്. തേർഡ് കേട്ടോ. ഓർത്ത് വെക്കാം. CH4 കണ്ടോ. നമ്മളിപ്പോ എന്താ ചെയ്തേ? ഒരു ഒബ്സർവേഷൻ കൊണ്ടുവന്നേ കണ്ടോ. ഇവിടെ ഒരെണ്ണം, ഇവിടെ എത്ര ഉണ്ട്? 2. ഇതെത്രേ? അപ്പൊ അടുത്ത് എന്തായിരിക്കും? അടുത്ത എത്രയായിരിക്കും? എളുപ്പമല്ലേ? അങ്ങനെ ആലോചിച്ച് കൊണ്ടുവരാ. പുറത്തു നോക്കുക. CH4. ഈ കഥ എടുക്കാൻ നമുക്ക് കാർബൺ ആണ് മിഡിൽ ഇരിക്കുന്നത്. കാർബൺ മിഡില്. അപ്പോ കാർബൺ 360 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ എത്ര കിട്ടും? 90. 360 ഡിവൈഡ് ബൈ അല്ലെ 4 ചെയ്താൽ എത്ര കിട്ടും? 90. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ആംഗിൾ കിട്ടും. റിപ്പൾഷൻ കാരണം എന്താണ്? മിനിമൈസ് റിപ്പൾഷൻ, മാക്സിമൈസ് ഡിസ്റ്റൻസ് ആണ്. നമ്മുടെ ആക്സിസ് ഏതൊക്കെയായിരുന്നു? XYZ അല്ലെ. ആ ആക്സിസിൽ പരമാവധി നിങ്ങൾ നോക്കി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ആംഗിൾ ആണ് 109.5. എത്ര കിട്ടുന്നത്? 109.5. 109.5. ആ ഷേപ്പിന്റെ പേര് ടെട്രാഹിഡ്രൽ എന്നാണ്. എന്താണ്? ടെട്രാഹിഡ്രൽ. എന്താ ഈ ടെട്രാഹിഡ്രൽ? ഹിഡ്രൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹിഡ്രൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫേസ്. ഹിഡ്രൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫേസ്. ടെട്ര എന്ന് പറഞ്ഞാൽ എത്രയാ? 4 ഫേസ്. എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ബേസ് ഉള്ള ഒരു പിരമിഡിന് എത്ര ഫേസ് ഉണ്ടാവും? ട്രയാങ്കിൾ ബേസ് ഉള്ള പിരമിഡ് കണ്ടിട്ടില്ലേ? നമ്മൾ ഈ പേപ്പർ വെയിറ്റ് ഒക്കെ ആയിട്ടൊരു സാധനമൊക്കെ വെക്കാറുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്ത് ആ സാധനം കൊണ്ടുവരാം. അപ്പൊ ട്രയാങ്കിൾ ബേസ് എന്നുള്ള ഒരു പിരമിഡ് കണ്ടോ. ഇത് ട്രയാങ്കിൾ ബേസ് ആണ്. എന്നിട്ട് ഇതൊരു പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ ഒന്ന് ഒരു പോയിന്റ് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, ഓർത്ത് നോക്കാം എങ്ങനെ ഇരിക്കും കണ്ടോ. ഓർത്ത് നോക്കാം. ഇങ്ങനെ ട്രയാങ്കിൾ ബേസ് കണ്ടോ. ഈ താഴെയുള്ള ബ്ലാക്ക് ലെറ്റർ ഒരെണ്ണമാണ്. പിന്നെ ഇവിടെ ഒരു ഫേസ്, ബാക്കിലൊരു ഫേസ്, ഇവിടെ ഫേസ്. അപ്പൊ എത്രയോ? 4 ഫേസ്.
ട്രയാങ്കിൾ ബേസ് ഉള്ള പിരമിഡിന്റെ കറക്റ്റ് ഒന്ന് മനസ്സിൽ കണ്ടേ, ട്രയാങ്കിൾ ബേസ് ഉള്ള പിരമിഡ് അതിന്റെ മിഡില് നിങ്ങൾ നിൽക്കുന്നു, ഒന്ന് ആലോചിച്ച് നോക്കി, മിഡിൽ നിൽക്കുന്നു. എന്നിട്ട് എത്ര കോർണേഴ്സ് ഉണ്ട് അതിന്? 4 കോർണേഴ്സിലും എച്ച് ഉണ്ടാവും. അങ്ങനെയുള്ള ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് ടെട്രാഹിഡ്രൽ. അപ്പൊ എന്താ ടെട്രാഹിഡ്രൽ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ബേസ് പിരമിഡ് എന്ന് പറഞ്ഞാൽ പോരെ? പിന്നെ എന്തിനാ ടെട്രാഹിഡ്രൽ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ? അതുകൊണ്ട് ഈ ആംഗിൾ ഇത് കണ്ടോ, ഈ ഇവിടെ ഒരു മിഡിലൊരു കാർബൺ വരില്ലേ, ഇവിടെ മിഡിൽ കാർബൺ വരില്ലേ, എന്നിട്ട് ഈ ആംഗിളും ഈ ആംഗിളും കൂടി ചെയ്ത് കഴിഞ്ഞാൽ 109.5 കിട്ടും. അത് 90നേക്കാളും കൂടുതലല്ലേ? നമുക്ക് എന്താ വേണ്ടേ? കൂടുതൽ റിപ്പൽഷൻ കാരണം മാക്സിമൈസ് അല്ലെ? നമുക്ക് സ്ഥലമുണ്ട്, അതിൽ അറേഞ്ച്മെന്റേഷൻ ആണ്. അപ്പോ എന്താണ് 90 വന്ന രണ്ടുപേരും തമ്മിൽ 90യുടെ ഡിസ്റ്റൻസേ വരുള്ളൂ. ഇതാവുമ്പോൾ കുറച്ചും കൂടി ഡിസ്റ്റൻസ് കൂടിയില്ലേ? അവർ റിപ്പൽഷൻ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. റിപ്പൽഷൻ കുറഞ്ഞാലാണ് സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുള്ളൂ? കൂടുള്ളൂ. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നത്? സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ മോളിക്കൂൾ ചെയ്യുന്ന പ്രോസസ് ആണത്. മനസ്സിലായി? എന്ന് പറഞ്ഞ് ശരിക്കും റിയൽ നേച്ചറിൽ അങ്ങനെയുണ്ട് കേട്ടോ. നമ്മൾ തിയറിക്ക് വേണ്ടിയിട്ടുണ്ടാകുന്നല്ല, റിയൽ നേച്ചറിൽ അതാണ്. അപ്പൊ നിങ്ങൾ വരക്കുമ്പോൾ ഇതേപോലെ ഒന്നും വരക്കണ്ട. ഇത് ഇങ്ങനെ വരച്ചാണ് നമ്മൾ പഠിക്കുക. ഇത് കാർബൺ, ഇവിടെ നോക്കിയേ, ഇതുണ്ടോ, ഇങ്ങനെയാ വരക്കുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. ശരിക്കും ഇരിക്കുന്നത് എങ്ങനെയാ? ഇത് ഇത്രയും വരച്ചാൽ മതി നിങ്ങൾ കേട്ടോ. ഓർത്ത് നോക്കാം. ഇവിടേക്ക് എന്ത് വരും? എച്ച് എച്ച് എച്ച്. ഈ ബോണ്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതും ഒക്കെ 3D ആലോചിക്കുമ്പോൾ എല്ലാ ബോണ്ടാങ്കിളും നമ്മൾ എത്രയായിരിക്കും? ഇത് കാണുമ്പോൾ വലുതായിട്ട് തോന്നും. അങ്ങനെയല്ല, ഇതിങ്ങനെ നിങ്ങളുടെ മുഖത്തോട്ടാണ് ഇരിക്കണേ. മനസ്സിലായി? അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ എത്രയും ബോണ്ടാങ്കിൾ വരുന്നേ? എല്ലാത്തിനും 109.5 കേട്ടോ. ഓർത്ത് നോക്കാം. ചില കുട്ടികൾ ചോദിക്കും സാർ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഇരിക്കണം. അങ്ങനെയാണോ? അല്ല, നമ്മുടെ ഫ്രണ്ടിലേക്കാണ് വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്കെ. ഇനി അത് പിക്ചറായിട്ട് വരക്കുമ്പോ നോക്കി കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഇങ്ങനെ വരക്കുന്നത് കണ്ടോ. ഇങ്ങനെ ഒരു ബേസ് വരും കണ്ടോ. ഓർത്ത് നോക്കാം. ഇങ്ങനെ ബേസ് വരും കണ്ടോ. ഇത് ട്രയാങ്കിൾ ആണ് ഈ ബേസ്. എന്നിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യും, ഇങ്ങനെ കണക്ട് ചെയ്യും, ഈ ഫ്രണ്ടിലേക്ക് കണക്ട് ചെയ്യും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അത് വരക്കണ്ട, നിങ്ങൾ ഇത് ഇത്രയും വരെ വരച്ചാൽ മതി കേട്ടോ. ഓർത്ത് നോക്കാം. എന്നിട്ട് ഇതിന്റെ പേരെന്തായിരുന്നു? ടെട്രാഹിഡ്രൽ കേട്ടോ. അവര് പർപ്പസ്ഫുള്ളി ആണ് അങ്ങനെ ഹിഡ്രൽ എന്നുള്ള വേർഡൊക്കെ ചേർത്ത് നമ്മൾ പേടിപ്പിക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് അല്ലെ ട്രയാങ്കിൾ ബേസ് ഉള്ള പിരിമിഡിന്റെ മനസ്സിൽ ട്രയാങ്കിൾ ഒക്കെ കണ്ടേക്കുന്നതുകൊണ്ട് കിട്ടും. ടെട്രാഹിഡ്രൽ മാത്രം പഠിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിൽ ഇമാജിൻ ചെയ്യേണ്ടത് അതാണ് കേട്ടോ. ഓർത്ത് നോക്കാം. എത്രയായിരുന്നു ബോണ്ടാങ്കിള്? 109.5. ഓർത്ത് നോക്കാം. 109.5. ഇനി നെക്സ്റ്റ് CH4 കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് 4th കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന 5th PCl5. PCl5 ഇല്ല, ഇത് 109.5. ചോദിച്ചു 110. അതേതിനായിരുന്നു? വാട്ടറിന്. എന്തുകൊണ്ടായിരുന്നു? അവിടെ ലോൺ പെയർ റിപ്പൽഷൻ വരും കേട്ടോ. ഓർത്ത് വെക്കാം. റിപ്പൽഷൻ വരുമ്പോൾ എന്ത് പറ്റും? കൂടുവോ കുറയോ? കുറയും. അങ്ങനെ 109 കുറയും കേട്ടോ. ഓർത്ത് വെക്കാം. ഓക്കെ ഉണ്ടോ? ഇപ്പൊ ഇതെന്തിനാണ്? CH4 ഇനി ഇതെന്താ? PCl5 ആണ്. PCl5 വരുമ്പോ ട്രയഗണൽ ബൈപിരമിഡ് വരും. ട്രയാങ്കിൾ ബേസുള്ള ഒരു പിരമിഡ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ? ട്രയാങ്കിൾ ബേസുള്ള ഒരു പിരമിഡ്, അതിന്റെ മിഡിൽ P നിൽക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ഇവിടെ ഒരു റെഡ് കളറിൽ മുകളിലേക്ക് ഒരു ലൈൻ വരക്കാണ്. ഇത് കണ്ടോ? ഇവിടെ ഒരു സീൽ വരും, ഇവിടെ ഒരു സീൽ വരും, ഇവിടെ സീൽ വരും, ഇവിടെ സീൽ വരും, താഴേക്ക് ഒരു സീൽ വരും. പുറത്തു വെക്കാം. ഇതില് 2 പിരമിഡ്, ബൈപിരമിഡ്. ട്രയഗണൽ എന്ത് വിളിക്കുന്നതിന്റെ പേര്? ട്രയഗണൽ ബൈപിരമിഡ്. ട്രയാങ്കിൾ ബേസ് ഉള്ള 2 പിരമിഡ്. ഇത് കണ്ടോ? ഇവിടെ ഒരു പിരമിഡ് ഉണ്ടല്ലോ മുകളിൽ കണ്ടോ? 2 പിരമിഡ് ഒട്ടിച്ചു വെച്ചാൽ അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് അതിനെ വിളിക്കുന്നത് ട്രയഗണൽ ബൈപിരമിഡ് എന്നാണ് കേട്ടോ. ഓർത്ത് വെക്കാം. ഇനി പതുക്കെ എഴുതി തുടങ്ങിക്കോ. നിങ്ങൾ ഹെഡിങ് എഴുതേണ്ടത് ഇതാണ്, ബോണ്ട് പെയർ ഓൺലി. ഹെഡിങ് കേട്ടോ. ഓർത്ത് വെക്കാം. ഹെഡിങ് എഴുതണം ബോണ്ട് പെയർ ഓൺലി. ബോണ്ട് പെയർ ഓൺലി. എന്നിട്ട് ഞാൻ പറയണ പോലെ എഴുതണം കേട്ടോ. ബോണ്ട് പെയർ ഓൺലി. ഇവിടെ 2 ബോണ്ട് പെയർ വരുമ്പോഴാണ് ഇത് കേട്ടോ. 2 ബോണ്ട് പെയർ വരുമ്പോഴാണിത്. ഇവിടെ 2 ബോണ്ട് പെയർ, എന്നിട്ട് BF2 എക്സാമ്പിൾ കേട്ടോ. ആദ്യത്തിൽ എന്താണ്? 2 ബോണ്ട് പെയർ, എന്നിട്ട് BF2 എക്സാമ്പിൾ. ഷേപ്പിന്റെ പേര് ഇത് വരച്ചിട്ട് ലീനിയർ. ബോണ്ടാങ്കിൾ 180. ബോണ്ടാങ്കിൾ 180. അടുത്തത് എത്ര ബോണ്ട് പെയറാ വരുന്നേ? 3 ബോണ്ട് പെയർ. BF3. 3 ബോണ്ട് പെയർ BF3.
ദെൻ ഇവിടെ എല്ലാം എഫ് കൊടുക്കണം. ഈ ഷേപ്പിന്റെ പേര് എഴുതണം കേട്ടോ. ഈ ഷേപ്പിന്റെ പേരെന്താ? ഷേപ്പ് വരച്ചാ പോരാ, ട്രയഗണൽ പ്ലാനർ. ട്രയഗണൽ പ്ലാനർ. ട്രയഗണൽ പ്ലാനർ. ട്രയഗണൽ പ്ലാനർ. ട്രയഗണൽ പ്ലാനർ. ബോണ്ട് ആംഗിൾ എത്രയായിരുന്നു? 120 ഡിഗ്രി. ഒരു കാര്യം കൂടി പറയാം, ഈ 5 ഇവിടെ വന്ന് ഓരോരുത്തരായിട്ട് പറഞ്ഞു കേൾപ്പിച്ചിട്ട് ഇന്ന് ക്ലാസ് ചെയ്യാൻ വിട്ടുള്ളൂ. ഓർത്തു നോക്കാം, സമയം വൈകുന്നൊക്കെ എനിക്കറിയാം, കുഴപ്പമില്ലാന്ന് കണ്ടോ. അപ്പൊ ആ രീതിയിൽ എന്താണ് ഇന്ന് തീർക്കും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനെ വെച്ചിട്ട് ഇനി ലോൺ പെയർ ആൻഡ് ബോണ്ട് പെയർ എന്ന് പറഞ്ഞ വലിയൊരു ഏരിയ ഉണ്ട്. അതിൽ ചോദിക്കാവുന്ന ടൈപ്പ് ഓഫ് ടേബിൾ ഉണ്ട്. അത് ഇത് വെച്ച് പഠിപ്പിക്കും, മനസ്സിലായി? അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ കാണാതെ പഠിക്കാനാണ്. നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ പോലും വേറെ മോളിക്യൂൾസ് വെച്ച് കിട്ടത്തില്ല. ഇത് മാത്രം കാണാതെ പഠിച്ചാൽ മതി. ഇത് പഠിച്ചിട്ട് നമുക്ക് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കും പഠിപ്പിക്കും കേട്ടോ. പക്ഷെ ഇത് അത്ര സ്ട്രോങ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഉപകാരമുള്ളൂ. കാരണം മനസ്സിൽ നിങ്ങൾക്ക് ഇത് ഇമാജിൻ ചെയ്ത് കാണാൻ പറ്റണം. ഇതിന്റെ ബോണ്ടാങ്ങളൊക്കെ അത്രയ്ക്ക് ക്ലിയർ ആവണം. എങ്കിൽ നിങ്ങൾക്ക് ബാക്കിയൊക്കെ എളുപ്പമാവും. അല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടി ഇങ്ങനെ കാണാതെ പഠിക്കുക, അങ്ങാട് ഇങ്ങോട്ടൊക്കെ മാറും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാണാതെ വെറുതെ പഠിക്കും, ഇതിന്റെ റീസൺ ഒന്നും ആലോചിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല കേട്ടോ. ഓർത്ത് നോക്കാം. അതുകൊണ്ട് ഇന്ന് കേട്ടോ എഴുതി കഴിഞ്ഞ ആൾക്കാരൊക്കെ പഠിച്ചോ. കാരണം ഇവിടെ വന്നിട്ട് ഇത് പറഞ്ഞിട്ടേ വിടുകയുള്ളൂ ഇന്ന് ക്ലാസ് കേട്ടോ. ഓർത്ത് നോക്കാം. ഓരോരുത്തരായിട്ട് ഇവിടെ വരിക, ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഓർഡറിൽ പറയാം കേട്ടോ. എഴുതുന്ന ആൾക്കാരൊക്കെ പഠിച്ചോളണം കേട്ടോ. അമ്മൻ റെഡിയാണെന്ന് അല്ലേ? ഓക്കെ, കയ്യൊക്കെ ഉയർത്തി പറയേണ്ടേ ഇത്രേ ഉള്ളൂ. ഇത് ഇവിടെ വരാം. BF3 ലീനിയർ ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി. BCl3 അല്ലെങ്കിൽ BF3 ട്രയഗണൽ പ്ലാനർ ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി. നെക്സ്റ്റ് CH4 ടെട്രാഹെഡ്രൽ ബോണ്ട് ആംഗിൾ 109.5 ഓർത്ത് നോക്കാം. നെക്സ്റ്റ് PCl5 ട്രയഗണൽ ബൈപിരമിഡ് ഓർത്ത് നോക്കാം. ഇതിന്റെ ബോണ്ട് ആംഗിൾ എഴുതണം കേട്ടോ. ട്രയഗണൽ ബൈപിരമിഡ്. ഈ ഗ്രീൻ കളർ കണ്ടോ, ഇതിനെ വിളിക്കുന്നത് ഇക്വിറ്റോറിയൽ ബോണ്ട് എന്നാണ്. ഈ ഗ്രീൻ കളർ എന്താണ്? ഇക്വിറ്റോറിയൽ ബോണ്ട്. എത്ര ഇക്വിറ്റോറിയൽ ബോണ്ട് ഉണ്ടോ? ഒന്ന് എഴുതി വെച്ച് വിടാം. 3 ഇക്വിറ്റോറിയൽ ബോണ്ട് കണ്ടോ. ഈ മുകളിലേക്ക് വരുന്ന ബോണ്ടിനെ വിളിക്കുന്ന ആക്സിയൽ ബോണ്ട് എന്നാണ്. ഇത് 120, ഈ മുകളിലേക്കുള്ളത് 90. അപ്പൊ 2 ആംഗിൾ ഇതിനുണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക. PCl5 ഗ്രീൻ ലൈൻ കണ്ടോ, അത് എന്താണ്? ഇത് കണ്ടോ, ഇതേപോലെയാണ് 120 ഇക്വിറ്റോറിയൽ ബോണ്ട്. മുകളിലേക്ക് എന്ത് വരും? 90 കേട്ടോ. 90 ഇക്വിറ്റോറിയൽ. എർത്തിന്റെ ഇക്വിറ്റോറിയൽ എവിടെ ഇരിക്കണേ? അതറിയില്ല. എർത്തിന്റെ ഇക്വിറ്റോറിയൽ നമ്മൾ എവിടെ ഇരിക്കണേ? ഇന്ത്യ ഇക്വിറ്റോറിയലല്ലേ? അല്ലേ? മിഡിലല്ലേ? മിഡിലല്ലേ? അതറിയില്ലേ? ഇക്വേറ്റർ അല്ലേ? അർദ്ധോ അർദ്ധോ കുറച്ച് മുകളിലായിട്ട് അല്ലേ? നമ്മള് ഇക്വേറ്ററിന്റെ മുകളിലാണ് തൊട്ട് അർദ്ധം. കറക്റ്റ് ആയിട്ട് വരും അതാണ് കേട്ടോ. സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ അതാണ് കേട്ടോ. ഓർത്ത് നോക്കാം. CH4 ടെട്രാഹെഡ്രൽ പേര് കേട്ടോ. ടെട്രാഹെഡ്രൽ അത് ആദ്യം പേരാ പഠിക്കുന്നത് കേട്ടോ. ഓർത്ത് വെക്കാം. ഇന്ന് പേര് മാത്രം കിട്ടിയാൽ മതി. ടെട്രാഹെഡ്രൽ ആംഗിൾ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് ഈ മിഡിലുള്ളത് ഇക്വിറ്റോറിയൽ, മുകളിലുള്ളത് ആക്സിയൽ ബോണ്ട്. എത്ര ആക്സിയൽ ബോണ്ട് ഉണ്ട്? 2 ആക്സിയൽ ബോണ്ട് ആൻഡ് 3 ഇക്വിറ്റോറിയൽ ബോണ്ട്. ക്ലിയർ അല്ലേ? എഴുതിയില്ലേ? ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അതും കൂടി എഴുതി കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പറയേണ്ടി വരും കേട്ടോ. ഓർത്ത് നോക്കാം. ദേവനന്ദ ആദ്യം പറയാന്ന് പറഞ്ഞ് വാശി പിടിക്കണു കേട്ടോ. ഓർത്ത് നോക്കാം. ഓൺലൈനിൽ നിന്ന് അല്ലേ? ദേവനന്ദ ഓക്കെ അല്ലേ? വേഗം പഠിച്ചോളണം കേട്ടോ. ഏതാ? 4 ആണ് കേട്ടോ. 3 കഴിഞ്ഞിട്ട് 4. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒരു ടേമും കൂടി ഉണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. SF6. അടുത്ത് നോക്കാം. SF6 5th ആയിട്ട് SF6. SF6 വരുമ്പോ ഷേപ്പിന്റെ പേര് ഒക്ടാഹിഡ്രൽ. വരയ്ക്കുമ്പോ ഇങ്ങനെ കൊണ്ടുവരാ. S ഒക്ടാഹെഡ്രൽ ബോണ്ട് ആംഗിൾ 90 കേട്ടോ. ഓർത്ത് നോക്കുക. SF6 ഷേപ്പിന്റെ പേരെന്താ? ഒക്ടാഹിഡ്രൽ.
ഒക്ടാഹിഡ്രൽ. ഒക്ടാഹിഡ്രൽ. ബോണ്ടാങ്കിൾ എത്ര വരും? 90. ബോണ്ടാങ്കിൾ 90. എന്തായിരിക്കും ഒക്ടാഹിഡ്രൽ എന്ന് പറയാൻ കാരണം? ഒക്ട എന്ന് പറഞ്ഞ എത്രയാ? 8 ഫേസ്. 8 ഫേസ് ഇതിനെ എങ്ങനെയാ ഉണ്ടാവണെന്ന് നോക്കിയേ. സ്ക്വയർ ബേസ് ഉള്ള ഒരു പിരമിഡ് ഇമാജിൻ ചെയ്തേ. സ്ക്വയർ ബേസ് ഉള്ള ഒരു പിരമിഡ് ഇമാജിൻ ചെയ്യേ. ഇത് നോക്കിയേ, ഇതിവിടെ നോക്കിയേ, ഇത് കണ്ടോ? ഇവിടെ ആരായിരിക്കണേ? എസ്. ഇവിടെ ആരായിരിക്കുന്നേ? എസ്. ഇവിടേക്ക് ആരുണ്ട്? എഫ് ഉണ്ട്. കണ്ടോ? ഓർത്ത് നോക്കാം. എത്ര എഫ് ഉണ്ട്? ഇപ്പൊ 4 ആയില്ലേ? ഇനി ഇവിടെ ഒരു എഫ് ഉണ്ട്, ഇവിടെ ഒരു എഫ്. ഇങ്ങനെ ജോയിൻ ചെയ്താൽ എത്ര ഫേസ് ഉണ്ടാവും? 4. താഴെയും ഇങ്ങനെ എടുത്തിട്ട് ജോയിൻ ചെയ്താൽ എത്ര വരും? 4. 4 + 4 8. അങ്ങനെ 8 ഫേസ് ഉള്ളതിന് കൊണ്ടാണ് അതിനെന്ത് വിളിച്ചത്? ഒക്ടാഹിഡ്രൽ. ഒക്ടാഹിഡ്രൽ കേട്ടോ, ഓർത്ത് നോക്കാം. പേരെന്തായിരുന്നു? ഒക്ടാഹിഡ്രൽ. ബോണ്ടാങ്കിൾ എത്രയായിരുന്നു? 90. എല്ലാവരും വരച്ചോ? പഠിച്ചു തുടങ്ങണം. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, ഇവിടെ വന്ന് പറഞ്ഞു കേൾപ്പിക്കണം. ട്രയഗണൽ ബൈപിരമിഡ്. PCl5 ട്രയഗണൽ ബൈപിരമിഡ്. പഠിച്ചു തുടങ്ങിക്കോട്ടോ. പേര് മാത്രം വേഗം പറഞ്ഞാൽ മതി. എങ്ങനെയാ? ആ പേര്, ഷേപ്പ്, അത് മാത്രം മതി. ആംഗിൾ പിന്നെ മതി. ആംഗിൾ പിന്നെ മതി. ട്രയഗണൽ പ്ലാനർ. ആംഗിൾ പറയണ്ട, വെറുതെ ആ പേര് മാത്രം പഠിച്ചാൽ. ടെട്രാഹിഡ്രൽ. ടെട്രാ, TTRA, ടെട്രാഹിഡ്രൽ കേട്ടോ, ഓർത്ത് നോക്കാം. ടെട്രാ, TTRA, ടെട്രാ. ഹിഡ്രൽ, HEDRAL, ഹിഡ്രൽ കേട്ടോ, ഓർത്ത് നോക്കാം. ഹിഡ്രൽ എന്ന് പറഞ്ഞ ഫേസ് എന്നാണ് കേട്ടോ. ലീനിയർ കേട്ടോ, എഴുതണോട്ടല്ലോ ലീനിയർ. ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പഠിപ്പിക്കുമ്പോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുമ്പോ അവർ നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? നിങ്ങളൊരു സയന്റിസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ കഷ്ടപ്പെട്ട്, അല്ലെ, നിങ്ങൾക്ക് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ശരിയാവുമല്ലോ. നിങ്ങൾക്ക് ഒന്നും കിട്ടാത്ത രീതിയിൽ എപ്പോഴും സയൻസ് അങ്ങനെയാണ്. ആൾക്കാർ അത് വെക്കുക, എന്നാലേ അവരൊരു റെസ്പെക്ട് കൊടുക്കുള്ളൂ എന്ന് പറയും. ഇവിടെ നോക്കിയേ, ഈ സയന്റിസ്റ്റ് ഇതിന്റെ പേരെന്തായിരുന്നു? ഇവിടെ നോക്കിയേ, ട്രയഗണൽ പ്ലാനർ. ഇത് നോക്കിയേ, ട്രയഗണൽ പിരമിഡ്. പോകുന്ന രീതി നോക്കിയോ കേട്ടോ. ട്രയഗണൽ പിരമിഡ് ഷേപ്പ്. ഇനി നോക്കിയേ, ട്രയഗണൽ ബൈപിരമിഡ്. അടുത്ത ഇതിന് നോക്കിയേ, സ്ക്വയർ ബൈപിരമിഡ്. അടുത്ത എന്തായിരിക്കും? പെന്റഗൺ ബൈപിരമിഡ്. അങ്ങനെയല്ലേ ഷേപ്പ് പറയാൻ ഏറ്റവും എളുപ്പം. നോക്കിയേ, എല്ലാത്തിനും തുടങ്ങി നോക്കിയേ. ട്രയഗണൽ പ്ലാനർ, ട്രയഗണൽ പിരമിഡ്, പിന്നെന്താ? ട്രയഗണൽ ബൈപിരമിഡ്. കണ്ടോ? ഓർത്ത് നോക്കാം. പിന്നെന്തായിരിക്കും? ട്രയഗണൽ കഴിഞ്ഞാൽ പിന്നെന്തായിരിക്കും ആക്ച്വലി പറയാം? സ്ക്വയർ ബൈപിരമിഡ്. കണ്ടോ? ഓർത്ത് നോക്കാം. അടുത്ത ഷേപ്പ് എന്തായിരിക്കും? പെന്റഗൺ ബൈപിരമിഡ്. IF7 ഉണ്ട്, അത് ടെക്സ്റ്റ് ബുക്കിലില്ല, എൻട്രൻസിലാണ്. IF7 പെന്റഗൺ ബൈപിരമിഡ്. ശരിക്കും അതാണ് ഓർഡർ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അവരൊരു ട്വിസ്റ്റ് ചെയ്തിട്ട് കിട്ടാതിരിക്കാൻ വേണ്ടി ഇത് രണ്ടും അവർ ഹിഡ്രൽ പറഞ്ഞു, ഇത് രണ്ടും ബാക്കിയുള്ളതെല്ലാം പറഞ്ഞു. അപ്പൊ ഹിഡ്രൽ മാറിപ്പോകരുത്, അതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്കെ, വേഗം ഒന്ന് നോക്കിയേ. 1 മിനിറ്റ് തരാം കേട്ടോ. ടൈമൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം വരിക, ഇവിടെ വന്ന് പറയാ കേട്ടോ. ഓക്കെ, അത് പറ്റൂല കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങളുടെ കംഫർട്ട് സോണൊക്കെ തെറ്റിച്ച് കളയണം ഇടക്ക്. പേര് ഷേപ്പ് മാത്രം മതി കേട്ടോ. ചില ആൾക്കാർ ആംഗിൾ കൂടി പറയണമെന്ന് പറയും, അല്ലെ? ഓർത്ത് നോക്കാം. പേര് ഷേപ്പ് മാത്രം മതി കേട്ടോ. ഇവിടെ വന്നിട്ട് ഇത്രേ ഉള്ളൂ. ആദ്യം മുതൽ കറക്റ്റ് ഓർഡറിൽ കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങൾ കംഫർട്ട് സോണിന്റെ ഇടക്കൊക്കെ ഒന്ന് മാറ്റിയില്ലെങ്കിൽ ശരിയാവില്ല, അല്ലെ? ഓർത്ത് നോക്കാം. എങ്ങനെയായിരിക്കണം? കാരണം അടുത്ത ക്ലാസ്സിൽ ഇത് ചോദിച്ചിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ. കാരണം ഇത് കിട്ടിയിട്ട് ഇതിന്റെ ബേസിൽ ബാക്കി കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പോവും. അപ്പൊ പറയാണ് സാർക്ക് ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മെയിൻ കാര്യത്തിൽ എല്ലാം കൊണ്ടുവന്നിട്ട് അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? പിന്നെ ആദ്യം മുതൽ ഉണ്ടാക്കേണ്ടി വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്രെയിൻ. അല്ലെങ്കിൽ എനിക്ക് വളരെ സിമ്പിൾ ആണ്. ടെക്സ്റ്റ് ബുക്കുകളുടെ ഇതുപോലെ ഫാക്ട് വന്നിട്ടൊക്കെ കാണാൻ പഠിച്ചു, അങ്ങനെ പറയാം. ലോജിക്ക് വെച്ച് പഠിക്കാൻ പറ്റും. അടുത്തതിനാണ് ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഷേപ്പിൽ തന്നെ സീസോ ഉണ്ട്. ഈ സീസോ എന്ന് പറഞ്ഞ കേട്ടല്ലേ, പഠിച്ചല്ലേ ചെറിയ ക്ലാസ്? സീസോ ഈ ഷേപ്പിലുണ്ടെന്ന് ഇതിനകത്ത്, മനസ്സിലായി? ബെൻഡ് ടി ഉണ്ട്, മനസ്സിലായി? ബെൻഡ് ടി, ബെൻഡ് ഉണ്ട്. ഓർത്ത് നോക്കുക. അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ഷേപ്പ് ഇതിനകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. അത് ഇത് വെച്ച് പഠിക്കണമെങ്കിൽ എളുപ്പമാണ്. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന അങ്ങനെയല്ല, ഒരു കണ്ടന്റ് വെച്ചിട്ട് അങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവാണ്. നമുക്ക് ആ ഒരു മെത്തേഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് എനിക്കത് പഠിപ്പിക്കാനായിട്ട് എളുപ്പം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന്റെ ബോർഡറിൽ ഞാൻ ഇതുപോലെ തന്നെ അടുത്ത് എഴുതി തരും 2 ടേബിൾ.
അത് കഴിഞ്ഞിട്ട് വേറെ ക്വസ്റ്റൻ ആയിരിക്കും ചോദിക്കുന്നത്, ഇതൊന്നും ഒരിക്കലും ചോദിക്കുന്നത്. അപ്പൊ അതിന് എഴുതാൻ പറ്റില്ല. പക്ഷെ ഈ 6 പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു മെത്തേഡിൽ കൊണ്ടുവന്നാൽ ബാക്കി എല്ലാം എഴുതാൻ പറ്റും കേട്ടോ. ഓർത്തോക്കെ സ്റ്റാർട്ട് ചെയ്യാം. ആമൻ 5 ഉള്ളൂ കണ്ടോ, അത്രയല്ലേ ഉള്ളൂ, സിമ്പിൾ കേട്ടോ. ഓർത്തോക്കെ അല്ല, അത് 6 SF6 5 ഉള്ളൂ കേട്ടോ. എല്ലാം കാണാതെ കൊണ്ടൊന്നും പറയണം. അവിടെ റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. നോക്കാം. ദേവനന്ദ ഒരാൾ പറഞ്ഞിട്ട് അടുത്ത പറയാം കേട്ടോ. ഓക്കെ, ഇയാൾ പറഞ്ഞിട്ട് അടുത്ത പറയാം കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ വാശി പിടിക്കുന്നു കേട്ടോ. അവിടെ കയറി ഞാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇത് പിടിച്ചു ഓരോന്നായിട്ട് കേട്ടോ. BF2 ലീനിയർ മോൺപെയർ ആംഗിൾ 180 ഡിഗ്രി. BF3 triagonal planar angle 120 degree. CH4 tetrahedral angle 109.5 degree. PCL5 shape octahedral trigonal bipyramid. Angle വേണ്ട, ആംഗിൾ വേണ്ട കേട്ടോ. ഇത് മാത്രം പറഞ്ഞാൽ SF6 octahedral. അടുത്താരാണ് ഓൺലൈനിൽ ഇരിക്കുന്ന ആൾ പറയട്ടെ കേട്ടോ. ദേവനന്ദ വേഗം പറഞ്ഞു. ക്യാമറ കേട്ടോ. എല്ലാം വെയിറ്റ് ചെയ്യാം കേട്ടോ. കേട്ടോ, ആംഗിൾ അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ചോദിക്കാം കേട്ടോ. അറിയിക്കും കേട്ടോ. കേട്ടോ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരായിട്ട് വേഗം കേട്ടോ. കേട്ടോ, പറഞ്ഞ ആൾക്കാർക്ക് ഇങ്ങനെ പോവാം കേട്ടോ. നോക്കാം, ഒരു 3 പേരെ കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. പറഞ്ഞു കേട്ടോ. BEF2 linear angle 180. BF3 triangle planar. പിന്നെ CH4 tetrahedral. പിന്നെ PCL5 triangular bipyramid. And SF6 octahedral. കേട്ടോ, കഴിഞ്ഞ ആൾക്കാരെ ഇറങ്ങിക്കോ കേട്ടോ. പതിനെ ഷേപ്പ് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞില്ലെങ്കിൽ കേട്ടോ. BF2 linear, BF3 trigonal planar, CH4 tetrahedral, PCL5 triagonal bipyramid, SF6 octahedral. ഓക്കെ, ഞാൻ പറയട്ടോ. BEF2 linear, BF3 triangular planar, CH4 tetrahedral, PCL5 the triagonal bipyramid, എന്താണ് SF6 octahedral.
ഓ ഹലോ. ഓക്കെ, ആദ്യത്തെ BEF2 ലിനിയർ, BF3 ട്രൈഗണൽ പ്ലാനർ, CH4 ടെട്രാഹെഡ്രൽ, PCl5 ട്രൈഗണൽ ബൈപിരമിഡ്, പിന്നെ SF6 ഒക്ട ബൈപിരമിഡ്, ഒക്ടഹെഡ്രൽ. BEF2 linear, BF3 triangular planar, CH4 tetrahedral, PCl5 triangular bipyramidal, SF6 octahedral. BEF2 linear, BF3 triangular planar, CH4 tetrahedral, PCl5 triangular bipyramid, SF6 octahedral. BEF2 BF3 trigonal planar, CH4 tetrahedral, PCl5 trigonal bipyramid, SF6 octahedral. Linear BF3 tetraplanar trigonal planar, CH4 tetrahedral, PCl5 triangular bipyramid, SF6 octahedral.